ആമേൻ. ഒരിക്കൽ കൂടി കർത്താവിൻ്റെ ഒരു നന്ദി കരേറ്റിക്കാട്ടെ. ഇന്ന് ലഭിക്കാൻ പോകുന്ന വചനത്തിനായിട്ട് കർത്താവിൻ്റെ ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. പ്രൈസ് 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 പ്രൈസ്. കഴിഞ്ഞ ആഴ്ചയൊക്കെ നമ്മൾ കേട്ടത് വിശ്വാസത്തിൻ്റെ മേഖലയിലാണ് നമ്മൾ നിന്ന് അത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വിശ്വാസം എന്ന് പറയുന്നത് ബേസിക്കലി എപ്പോഴും ആൾക്കാർ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. We've been hearing about faith in the past few weeks. Faith is a topic generally that is popular with people. വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ക്രിസ്തുവിൻ്റെ രാജ്യം, മറിച്ച് സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്രിസ്തുവിൻ്റെ രാജ്യം ഇരിക്കുന്നത്. But the kingdom of God is not established based on faith, but it is established based on love. നമ്മൾ ഇത് പറഞ്ഞ് ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാക്കി മാറ്റി. But we have preached it over and over again and made it based on faith. പാട്ടുകാരൻ തന്നെ യേശു എന്ന അടിസ്ഥാനം, യേശു എന്ന് പറഞ്ഞ ദൈവത്തിന്റെ സ്നേഹമാകും. Even the song says Jesus is my foundation. Jesus means God's love. അങ്ങനെ യേശു കുരിശിൽ കാണിച്ചത് ദൈവത്തിന്റെ സ്നേഹത്തെയാണ്. What Jesus displayed on the cross was God's love. Wonderful. Hallelujah. Hallelujah. ആമേൻ. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം കേൾക്കാൻ വേണ്ടി എല്ലാവരും ഞാൻ ഒരിക്കൽ കൂടി ഒരുക്കുകയാണ്. ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചത് എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിലാണ്. അത് വിശ്വാസം എന്ന് പറയുന്ന ഒരു കാര്യം കൃപയ്ക്കകത്തുള്ള താക്കോലാണ്. വിശ്വാസം എന്ന് പറയുന്നത് കൃപയ്ക്കകത്തൊരു താക്കോലാണ്. അതുപോലെ തന്നെ അതിനോട് ചേർന്നൊരു താക്കോലൂടെ ഉണ്ട്. അതിൻ്റെ പേരാണ് കറേജ്, ധൈര്യം. Last week we heard from the last verses in Hebrews 10 about faith, which is a key of grace, and the other key of grace is courage that comes along with faith. ആമേൻ. അതുകൊണ്ട് എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിന്റെ 35-36 വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. Let's read once again Hebrews 10:36. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. Therefore do not cast away your confidence, which has great reward. Continue. So that after you have done the will of God, you may receive the promise. രണ്ട് മൂന്ന് വാക്കുകൾ അതിനകത്തുണ്ട്. ഒന്ന് ഗ്രേറ്റ് റിവാർഡാണ്, ഒരു മഹാപ്രതിഫലമുണ്ട്. There are two words here. One is a great reward. അതുകൊണ്ടാണ് ആ ധൈര്യം തള്ളിക്കളയുന്നത്. ധൈര്യം എന്ന് പറഞ്ഞാൽ എന്താ? കോൺഫിഡൻസ് അല്ലെ കറേജ്. അത് തള്ളിക്കളയരുതെന്നാ പറയുന്നത്. That's why you should not cast away ഇംഗ്ലീഷ് your വേർഷനിലൊക്കെ എഴുതിയിരിക്കുന്ന confidence. ഡു നോട്ട് ത്രോ അവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിലയില്ലാതെ എടുത്ത് നമ്മൾ കളയത്തില്ല. ചില സാധനം ഡിസ്പോസിബിൾ സാധനങ്ങളില്ലേ, അതൊക്കെ ഡസ്റ്റ്ബിനകത്ത് ഇടുന്നത് പോലെ അതിനെ ഡു നോട്ട് ത്രോ അവേ വാട്ട്, നിങ്ങളുടെ ധൈര്യം. കാര്യം അതിനകത്തൊരു വലിയ റിവാർഡ് ഇരിപ്പുണ്ട്. There is great reward in your confidence or your courage. Therefore do not consider it worthless and throw it into the dustbin or cast it away. കാര്യം ഇതിനകത്ത് വാഗ്ദത്തം ചെയ്ത ദൈവം അത് നമുക്ക് തരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അതിന് നമുക്ക് വേണ്ടുന്ന ഒരു എൻഡ്യൂറൻസ്, സഹിഷ്ണുത നമുക്ക് ആവശ്യമാണ്. The one who promised is waiting to give it to us, but we need certain amount of perseverance or patience. എന്ന് പറഞ്ഞാൽ ഈ വലിയ പ്രതിഫലം കിട്ടണമെങ്കിൽ നമുക്ക് ഭയങ്കര സഹിഷ്ണുത ആവശ്യമാണ്. Which means to get this great reward, we ഇങ്ങോട്ട് need നോക്കിയേ. to have patience. എന്നെ ശ്രദ്ധിച്ചേ, ചുമ്മാ ഫ്ലൂക്കിൽ ഇത് കിട്ടത്തില്ല. You won't get it by fluke. അവർക്കുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമുക്കിത് വരത്തില്ല. ഇതിനകത്തൊരു സഹിഷ്ണുതയുണ്ട്. Just because someone has it doesn't mean you will have it. You need to have perseverance. ചില നന്മകൾ വരുന്നത് വെറുതെ വരത്തില്ല, അതിനകത്തൊരു സഹിഷ്ണുതയുണ്ട്. Certain blessings you need a certain level of patience. അതിനുവേണ്ടി പറയുന്നതാണ് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യണം. That's why you need to do the will of God. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്താലേ വാഗ്ദത്തത്തിലേക്ക് കയറത്തുള്ളൂ. Only if you do the will of God you will step into the വാഗ്ദത്തത്തിനകത്താണ് ഈ promise. മഹാപ്രതിഫലം ഇരിക്കുന്നത്. Inside the promise is the great reward. അതിനുവേണ്ടി നമുക്ക് എന്ത് വേണം? സഹിഷ്ണുത വേണം. We need to have patience. നമ്മൾ എന്താ ചെയ്യുന്നത്? ട്രൈ ചെയ്യും, ശ്രമിച്ചു നോക്കും, 1-2 പ്രാവശ്യം ശ്രമിച്ചു നോക്കും. അപ്പോൾ നമ്മൾ ഇത് നമ്മുടേതല്ലെന്ന് പറഞ്ഞുകൊണ്ട് we will throw away, നമ്മൾ അതിനെ തള്ളിക്കളയും. What we do is we try it with our own strength once or twice and we realize it's not happening and so we cast it away. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, നിങ്ങളുടെ കൂട്ടത്തിലൊക്കെ ഇരിക്കുന്ന വിശ്വാസ സമൂഹത്തിൽ വരുന്നവരെ ശ്രദ്ധിച്ചാൽ അറിയാം, അവർ വിശ്വാസത്തിൽ വളരത്തില്ല. അവർ വിശ്വാസത്തിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നവരാ. We see many people who are stuck in their faith. പച്ച പിടിച്ചും പുഷ്ടി വെച്ചും അവർ വരത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അവർ സ്റ്റക്കായി പോയി. കാര്യം സഹിഷ്ണുതയില്ല. They are not flourishing, they are not green
because they simply അവരുടെ don't have ഉള്ളിൽ patience. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്ത് ഈ വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചാൽ ഈ വലിയ പ്രതിഫലം കിട്ടുമെന്നുള്ള അറിവ് വരുന്നില്ല. They don't have the understanding that they have to endure with patience to get into the promise, and so they are stuck. അതിനെക്കുറിച്ച് യേശുവിന്റെ ഹാഫ് ബ്രദർ, അർത്ഥ സഹോദരനായിരിക്കുന്ന യൂദ 20-ാമത്തെ വാക്യത്തിൽ പറയുന്നത് വായിച്ചു കേൾക്കാം. Let's see the half brother of Jesus, what Judah says in the 20th verse. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും. മതി, അത്രയും മതി. അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു അതിവിശുദ്ധ വിശ്വാസത്തെ കുറിച്ചാണ് പറയുന്നത്. ഹോളി ഫെയ്ത്ത്, അതിവിശുദ്ധ വിശ്വാസം ആധാരമാക്കിക്കൊണ്ട്, ബേസ്ഡ് ഓൺ ദാറ്റ്, അതിനകത്ത് എന്ത് ചെയ്യണം? സ്പിരിച്വൽ ആയിരിക്കുന്ന വർധനവ്, ഇൻക്രീസിങ് ഫെയ്ത്ത് ആണ് വരേണ്ടത്. Here we read about a most holy faith in which we need to increase or build ourselves up. ആമേൻ, ഹല്ലേലൂയ. അതിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത്. And that is why we have the Holy Spirit with us. പരിശുദ്ധാത്മാവിനോട് ഒരു വ്യക്തി കണക്ട് ആയാൽ അയാൾക്ക് ആത്മീയ വർധന ഉണ്ടാകും. When a person is connected to the Holy Spirit, he increases spiritually. ഇപ്പൊ നിങ്ങളിൽ പലരും തലയിലൊക്കെ തുണി ഇട്ടിട്ടില്ലേ? സ്ത്രീകളിൽ പലരും, ആണുങ്ങൾ തുണി ഇടേണ്ട കാര്യമില്ല, മുടി വെട്ടിയേക്കുന്നത് കൊണ്ട്. മുടി വെട്ടിയൊരു ഇടണം എന്താ നമുക്ക് പറഞ്ഞേക്കുന്നില്ലേ? തലയിൽ തുണി ഇട്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാ? Why have we covered our head? പലർക്കും അറിയത്തില്ല. പലരും പള്ളി വരുന്നോണ്ട് ഇടുന്നേ ഉള്ളൂ. എന്തിനാണെന്നും ചോദിച്ചാണെന്നും അറിയത്തുമില്ല, ചുമ്മാ അങ്ങിടുന്നതാ. മനസ്സിലായി? എന്തോ ആരാധനയെ ബഹുമാനിക്കാനാണെന്നാണ് ചിലരുടെ തീരുമാനങ്ങൾ. ദൂതാലക്ഷ്യം ഉണ്ടാകാതിരിക്കാനാണ് വേദോസ്തവം പറയുന്നത്. നമുക്കിതൊന്നും അറിയത്തില്ല, എല്ലാവരും അങ്ങിടുന്നു. മനസ്സിലായി? അതുകൊണ്ടുള്ള ഗുണമെന്താ ദോഷമെന്താ നമുക്കറിയത്തില്ല. Many cover their head without the real knowledge of why we do it. The real truth is so that we are protected from angels. അപ്പൊ നമ്മുടെ വിശ്വാസം പലപ്പോഴും ചില ആക്ഷൻ കൊണ്ട് സാറ്റിസ്ഫൈഡ് ആക്കിക്കളയും നമ്മൾ. This is just an example where we limit our faith to certain actions. നമ്മൾ ഏതാണ്ട് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ വിചാരം നമ്മൾ വലിയ വിശ്വാസിയാണെന്ന് വിചാരം. We do certain things, we observe certain things thinking that we have great faith. നമുക്ക് വലിയ വിശ്വാസം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചിലപ്പോൾ വേഷവിധാനത്തിൽ പോലും ചില കാര്യങ്ങൾ കാണിക്കും. ഞായറാഴ്ച മാത്രം നല്ല വസ്ത്രം ഇടും. To prove that we have great faith, we dress up in a certain way. ബാക്കി എല്ലാ ദിവസവും അളിഞ്ഞാ നടക്കുന്നത്. Other days we dress up very shabbily. ഞായറാഴ്ച പാസ്റ്റർ പറഞ്ഞിട്ടോ ചർച്ച വരുമ്പോൾ വൃത്തിക്ക് വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഏറ്റവും നല്ലത് ആലക്കി വെളുപ്പിച്ച് എടുത്തിട്ടുണ്ട് വരും. Although we dress up very shabbily, അവരുടെ വിചാരം നല്ല വസ്ത്രം ധരിച്ചാൽ വിശ്വാസം വർദ്ധിക്കാം. വരത്തില്ല, അങ്ങനൊന്നും വിശ്വാസം വരത്തില്ല. faith is not increased when you wear good clothes. വിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരിടമേ ഉള്ളത് പരിശുദ്ധാത്മാവിനോടുള്ള കൂട്ടായ്മയില്ല. Faith is increased only in fellowship with the Holy Spirit. അയാൾ എന്തോ ചെയ്യുന്ന നമ്മുടെ ആത്മീകമായിട്ട് നമ്മളെ വർദ്ധിപ്പിക്കും. He builds ourselves. ആത്മീകമായി വർദ്ധിപ്പിച്ചിട്ട് ഈ വിശുദ്ധ വിശ്വാസം എന്താണെന്ന് കാണിച്ചു തരും. He increases us spiritually and shows us what faith is. അപ്പോഴേ നമുക്ക് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാൻ ഒരു കൊതി വരുന്നത്. കൊതിയാ ഇതിനകത്ത്. That's when we have a craving to do the will of God. ദൈവത്തിന്റെ ഇഷ്ടം എന്ന പരിശുദ്ധാത്മാവിനോട് ബന്ധപ്പെടുമ്പോഴേ പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തുന്നത് ദൈവത്തിന്റെ ഇഷ്ടം മനസ്സിലാക്കിക്കാൻ വേണ്ടിയാ. The fellowship with the Holy Spirit is to make us understand the will of God. ആ കൊതി വന്നു കഴിയുമ്പോൾ എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ധൈര്യം വർദ്ധിക്കും. When we have that longing or the craving, our courage increases. അതുകൊണ്ട് മറിയെ കുറിച്ചൊക്കെ പറയുന്നത് അതിവെളുപ്പിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുട്ടുള്ള സമയത്ത് പട്ടാളക്കാരവിടെ നിൽപ്പുണ്ട്, ഈ കല്ല് ആരും ഉരുട്ടി മാറ്റും എന്നൊക്കെ. അവൾക്കതൊന്നും ഒരു വിഷയമില്ല. അവിടെ അകത്ത് വന്നെന്തോ അതിധൈര്യം. That is why no one could stop Mary early morning to go to the tomb. Neither the soldiers, the darkness early morning, nothing. She had great courage. എന്തോ ചെയ്യാനാന്നൊന്നും അവക്കറിയത്തില്ല. പക്ഷെ അവക്ക് എങ്ങനെങ്കിലും അവിടെ ചെന്നാ മതി എന്നുള്ളൊരു ആഗ്രഹമാണ്. She didn't know what to do, how to get there. Somehow she wanted to get there. അതുകൊണ്ടാ പറയാം, കർത്താവിനോടുള്ള ബന്ധത്തിനകത്ത് ഈ തടസ്സങ്ങളെയല്ല ആ വ്യക്തി കാണുന്നത്. ആ തടസ്സങ്ങളെല്ലാം പേര് എന്തോ തടസ്സമാണെങ്കിലും ദൈവ ഇഷ്ടം ചെയ്യുവാൻ വേണ്ടി ആ മുമ്പോട്ട് കുതിച്ചുകൊണ്ടിരിക്കും. That is why obstacles are not an issue. They are always leaping forward to do the will of God. അതിനെ സഹിഷ്ണുത പറയും. ഭയങ്കരമായിരിക്കുന്ന സഹിഷ്ണുത ഈ വ്യക്തിക്കൊണ്ടിപ്പം. Now this person has great patience. ആ വീട്ടിനകത്തോട്ട് നോക്കിയാൽ മാർത്തയും മറിയ ഇരിക്കുന്നതിനകത്ത് സഹിഷ്ണുത കൂടുതൽ ആർക്കാ? മറിയക്കല്ലേ. അതുകൊണ്ടല്ലേ യേശുവിന്റെ പാദത്തിൽ ഇങ്ങനെ ഇരുന്ന് കേൾക്കണം. ഈ ഭയങ്കര അടുത്തിരിക്കുന്ന ആളുകൾ ഇങ്ങനൊക്കെ ഇരുന്ന് കേൾക്കണേ ഭയങ്കര സഹിഷ്ണുത.
എപ്പം That is തുടങ്ങും why എപ്പം in തീരും Lazarus' house, എന്തോ നമ്മൾ പറഞ്ഞില്ലേ, ഈ സഹിഷ്ണുത ഇല്ലെങ്കിൽ ചർച്ചിൽ പോലും വരത്തില്ല. ചർച്ച് ബോറായി പോകും, ബോറടിക്കുക പിന്നെ ചർച്ച്. amongst Martha and Mary, who had more patience? Mary, she needed to have lots of patience to be at the feet of Jesus. Even to hear in this manner in the church, hearing the word of God, you need great patience. നമ്മൾ രാവിലെ ആയിരിക്കും പോയിട്ട് ഇപ്പൊ എന്നാ കാര്യം. അപ്പൊ നമ്മൾ കണ്ടില്ലേ, സഹിഷ്ണുത പോയി. If you are not very enthusiastic about coming to church, you don't have patience. മറ്റേ എങ്ങനെ അവരുടെ അകത്ത ഭയങ്കര കത്തുന്ന താല്പര്യമാണ്. നിങ്ങൾ അങ്ങനെ പോകുന്നവരെ ശ്രദ്ധിക്കുക, അവർ കയറി പോകുന്ന കണ്ടിട്ടില്ലേ? Others have just burning desire in them to come to the church, and they will go up step by step. അങ്ങനെ ഒരു മനുഷ്യനെ കുറിച്ചാണ് ഈ റോമർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ പ്രതിപാദിപ്പിച്ചു വരുന്നത്. And we read about such a man in Romans chapter 4. റോമർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 19 തൊട്ട് 21 വരെയുള്ള വാക്യം. Romans chapter 4 verse 19 onwards. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറായുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ദൈവത്തിന്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. ഹല്ലേലൂയ. നിങ്ങൾ ആ വാക്യം വായിച്ചപ്പോൾ 2 ദാനം കണ്ടായിരുന്നു. വിശ്വാസത്തെ കുറിച്ച് 2 കാര്യങ്ങളൊക്കെ. ക്ഷീണിക്കുന്ന വിശ്വാസം, ശക്തിപ്പെടുത്തുന്ന വിശ്വാസം. Here we read about faith, 2 things: of faith that goes weak, of faith that gets strengthened. വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. അപ്പോൾ ചില വിശ്വാസം ക്ഷീണിച്ചിരിക്കുന്ന വിശ്വാസങ്ങളുണ്ട്. There are faith that goes weak. ശക്തിപ്പെട്ടിരിക്കുന്ന വിശ്വാസമുണ്ട്. There are also faith that goes strong. I mean weak faith and strong faith. അങ്ങനെ 2 വിശ്വാസത്തെ കുറിച്ച് ഇതിനകത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. I would like to speak about weak faith and strong faith. ഇവിടെ ആദ്യം പറയുന്നത് 100 വയസ്സുള്ളവൻ, ശരീരത്തിന്റെ ബലഹീനത മനസ്സിലാക്കിയവൻ, അതൊന്നും ഗൗനിക്കാതെ സാറായുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വമൊക്കെ ഇവനും അറിയാം, അതൊന്നും ശ്രദ്ധിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടെന്ന് എഴുതിയിരിക്കുന്നു. Here he did not grow weak in faith, considering his own body which is already dead, since he was about 100 years old, and the deadness of Sarah's womb. But he did not waver in the promise of God through unbelief, but was strengthened in faith. ഇന്ന് ഞാൻ ഇവിടെ ഇരുന്ന് ഇത് പറയുന്നോടനെ ആർക്കെങ്കിലും ക്ഷീണിക്കുന്ന വിശ്വാസം ഉണ്ടെങ്കിൽ ഇന്ന് ശക്തിപ്പെടുന്ന വിശ്വാസത്തിലേക്ക് കയറിക്കോണം. Even as I'm speaking today, if any of your faith is growing weak, get back to the faith that goes strong. ക്ഷീണിപ്പിക്കുന്ന വിശ്വാസമുള്ള വ്യക്തികളോട് സംസാരിക്കുമ്പോഴേ അറിയാം, വളരെ തണുത്ത സംസാരങ്ങളായിരിക്കും. അവർക്ക് തന്നെ അറിയാം ഒരു കാര്യമില്ലെന്നറിയാം. അതാ ക്ഷീണിപ്പിക്കുന്ന വിശ്വാസം. People who carry a weak faith, you make out from your conversation with them, when you talk to them, they give such cold response. എന്ന് പറഞ്ഞാൽ ദൈവം ചെയ്യുമെന്ന് പറഞ്ഞത് ചെയ്യത്തില്ലെന്ന് തോന്നലുണ്ടായി, സംശയം വന്നു. Which means they developed a doubt in their heart that God is not going to do what he weak faith promised. എന്താണ്? ദൈവം ചെയ്യുമെന്ന് അവര് ഒരു സമയത്ത് വിശ്വസിച്ചെങ്കിൽ അത് വിശ്വസിച്ചില്ല. അപ്പൊ അന്നേരം ഒരു സംശയം കയറി വന്നു. When they were ought to believe, they did not, a doubt cropped in. ഈ ഫിലിപ്പിയർ ലേഖനത്തിലൊക്കെ പറഞ്ഞ് നമ്മളിൽ ആരംഭിച്ചവന് അത് പൂർത്തീകരിക്കുക, അങ്ങനെയൊക്കെയാ ഇറങ്ങി വന്നത്. പക്ഷെ അവൻ പൂർത്തീകരിക്കും, നമുക്കൊരു ഡൗട്ട് അടിക്കാൻ തുടങ്ങിയതൊക്കെ ദൈവമായിരിക്കാം, പക്ഷെ മുമ്പോട്ടൊന്നും പോകാൻ പോകുന്നില്ല, അങ്ങനെ ഒരു സംശയം. We know the verse that he who began a good work in us is faithful to complete. We began like that, but on the way we developed a doubt. പെട്ടെന്നല്ല ഇട്ടേച്ച് പോകുന്നുണ്ടില്ലേ? Suddenly you leave everything. ഒരു വീക്ക് ഫെയ്ത്ത് ആയതുകൊണ്ട്. That's because it's weak faith. അപ്പൊ വേണോ വേണ്ടായോ എന്നൊരു ചിന്ത വരും. അത് വേണോ വേണ്ടായോ, ഇങ്ങനെ അവർ തന്നെ ഒരു കൺഫ്യൂഷനില്ല, എന്തായിരിക്കണം. അതെല്ലാം ഈ വീക്ക് ഫെയ്ത്തിന്റെ, ഈ ബലഹീനമായ വിശ്വാസത്തിന്റെ അടയാളങ്ങളാണ്. The sign of weak faith is you constantly have a doubt, should I not? ചർച്ചയിൽ വരുന്ന എല്ലാവർക്കും ഫെയ്ത്ത് ഉണ്ട് എന്ന് ഞാൻ പറയും, പക്ഷെ ചിലരുടെ ഫെയ്ത്ത് ബലഹീന വിശ്വാസമാണ്. I would say everyone who comes to church has an amount of faith, but some of your faith വിശ്വാസമൊക്കെ ഉണ്ട്, പക്ഷേ ആ വിശ്വാസത്തിന്റെ അളവ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും താഴെയായിരിക്കും. You have faith, the measure is very less. അപ്പൊ ഇവിടെയാണ് നമ്മൾ മെസ്സേജ് കേൾക്കുന്നൊക്കെ ഉണ്ട്, നോട്ടൊക്കെ എഴുതി എടുക്കുന്നുണ്ട്, വിശ്വാസത്തിന്റെ കാര്യം വരുമ്പോ ഇല്ല, എല്ലാം ഉണ്ട് കയ്യിൽ. You hear the message, you take down notes, but when it comes to faith, it's not even there. നമ്മളിപ്പോ അടുത്തിരിക്കുന്ന ആളോട് പറയാനൊക്കെ പറയത്തില്ല, അത് പറയാൻ ഭയങ്കര ഉത്സാഹമാണ്. കാര്യം അതന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കോ ഏതായാലും കിട്ടാൻ പോകുന്നില്ല, ഇയാളെല്ലാം ഏറ്റെടുത്തോന്ന് പറയാൻ നമുക്ക് ഭയങ്കര ഉത്സാഹം.
you're very happy when I ask you to nudge the other person and tell him, because it's not about you, it's about him. എന്നാൽ ഇന്ന് രാവിലെ അവൻ വാക്ക് പാലിക്കുന്ന ദൈവമാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ആകാശം മാറിപ്പോയാലും ഭൂമി മാറിപ്പോയാലും എന്റെ വചനത്തിന് മാറ്റമില്ലെന്ന് അവൻ പറഞ്ഞത് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഉറപ്പായിട്ടും ദൈവം അത് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് കാലുകളെ വെക്കുന്നതാണ് ആ സ്ട്രോങ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. Strong faith is believing what the Lord has done and taking a step of faith. ഈ വീക്ക് ഫെയ്ത്ത് എന്ന് പറയുന്നത് ബലഹീന വിശ്വാസം ഒരു പാപമൊന്നുമല്ല. Weak faith is not a sin. But there is a scope for growth. വളരാനുള്ള ഒരു കാര്യം അവിടെ കിടപ്പുണ്ട്. But there lies a scope for growth. ഞാൻ എല്ലാം തികഞ്ഞവനായതുകൊണ്ടല്ല പറയുന്നത് കേട്ടോ. ഞാൻ വിശ്വാസത്തിൽ പൂർണ്ണ തികഞ്ഞൊന്നുമല്ല. ഞാൻ ഇന്നും വിശ്വാസത്തിൽ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. വിശ്വാസം എല്ലാ ദിവസവും അപ്ലൈ ചെയ്ത് ഓരോ കാര്യത്തിനകത്തും എങ്ങനെ വിശ്വാസത്തെ ഉപയോഗിച്ച് ജീവിക്കാമെന്ന് മനസ്സിലാക്കി നടക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. Even as I speak this, I don't consider myself perfect in faith. I'm also growing in this area and learning how to apply faith in my day-to-day life. കർത്താവിൽ വളരുന്നതിന്റെ അടയാളമാണ് വിശ്വാസത്തിൽ വളരുന്നു. The sign that you're growing in the Lord is that you're growing in faith. അപ്പൊ ഇന്നലെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ ഒക്കത്തില്ല, വാക്കുകൾ മാറും. So I cannot speak the same thing I spoke yesterday. My words and vocabulary will change. എന്റെ കൂടെ ദീർഘകാലങ്ങളായി സഞ്ചരിക്കുന്നവരോട് ചോദിച്ചാൽ പറയാം, പാസ്റ്റർ പണ്ട് പറഞ്ഞു എന്നല്ലല്ലോ ഇപ്പം പറയുന്നത്. വിശ്വാസത്തിൽ വളരുന്നത് കൊണ്ട്, കർത്താവിലെ ബന്ധത്തിൽ വളരുന്നത് കൊണ്ടാണ് നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അതിലേക്ക് എല്ലാവരെയും നടത്താൻ വേണ്ടിയാ ഉത്സാഹം. Because I'm growing in faith, my preaching changes. Because as in my relationship, I am growing. I want you to grow along with me. ഇന്ന് വിശ്വസിക്കണം, അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവൻ ഇതിനകത്തുണ്ട്. Today you must believe. നീ അടുത്ത ലെവലിലേക്ക് കയറാൻ വേണ്ടി ആഗ്രഹിക്കണം. You must believe that the one who makes it ആ possible ദൈവിക കൃപ നിന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കട്ടെ. Let the grace of God increase your faith. ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് 12-13 അധ്യായത്തിനകത്തൊക്കെ അബ്രഹാമിന്റെ വിളിയെക്കുറിച്ചും മറ്റ് ചില വാക്കുകളൊക്കെ കേൾക്കുന്ന 12 അധ്യായം, നീ ഒരു അനുഗ്രഹമായിരിക്കും, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കുമെന്നൊക്കെ കർത്താവ് തന്നെ നേരിട്ട് അബ്രഹാമിനോട് സംസാരിക്കുകയാണ്. Genesis chapters 12-13 we hear God speaking directly to Abraham that I will make you a great nation. 12:3 പറയുന്നില്ലേ, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ആവശ്യമില്ലാതെ വടി കൊടുത്ത് അടി വാങ്ങിക്കരുത്. And we hear that I will bless those who bless you, I will curse those who bless you. That's why I say do not give a stick and get a beating. നമ്മൾ സാധാരണ പറയല്ലേ, ദൈവവേലയിലൊക്കെ നിൽക്കുന്നവരൊന്നും വെറുതെ വിഷമിപ്പിക്കാനൊന്നും പോലെന്ന് പറയുന്നതിന്റെ കാര്യം, വടി വെട്ടി നമ്മൾ അടി വാങ്ങിക്കുക. You get beaten by giving a rod. That's why you shouldn't speak ill of those പള്ളിയിലൊക്കെ who are in അച്ഛന്മാരാണെങ്കിൽ ministry. അച്ഛന്മാരൊന്നും പറയല്ല. നമ്മൾ കൊച്ചിലെ വിട്ട കേട്ടിട്ടില്ല, അച്ഛന്മാരുടെ നേരെ ഒന്നും ചുമ്മാ വെറുതെ വഴക്കുണ്ടാക്കാനൊന്നും പോകരുത്. കാര്യം അവരുടെ മനസ്സും എന്താ, ഇതിന് നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ശപിക്കുമെന്ന് പറയുന്നൊരു വാക്ക് നമ്മൾ തന്നെ വിളിച്ചു വരുത്തുന്ന ശാപത്തെ നമ്മുടെ മേലോട്ട് വിളിച്ചു വരുത്തും, ഉയർത്തില്ല. പിന്നെ We should be very careful when we talk against men of God, people of God, because we are inviting curse. കുറെ കാര്യങ്ങൾ ദൈവത്തിൽ നിന്ന് കേട്ടപ്പോൾ അബ്രഹാം ചെയ്തു, ഒരു ചാർച്ചക്കാരിയല്ല അങ്ങ് വിട്ടു. ഒന്നുമല്ല വേണ്ട കാര്യം, കർത്താവ് വിളിച്ചിരിക്കുന്ന കർത്താവിന്റെ പിന്നാലെ തന്നെ അങ്ങ് ഇറങ്ങി. When Abraham heard the promise and word of God, he left his kinsmen. നമ്മളാണെങ്കിൽ എന്ത് ഈ ചാർച്ചക്കാരെ ആരും വിടത്തില്ല, നമുക്ക് എല്ലാവരും വേണം. We don't leave our people or our kinsmen, we need everyone. നമുക്ക് ഇതൊക്കെ ഭയങ്കര പ്രശ്നമാണ്. ഇതൊക്കെ വിട്ട് കഴിഞ്ഞാൽ ഇത് ഇല്ലാത്ത ഭൂഗിലെല്ലാം ഉണ്ടാവില്ലോ വിചാരിച്ചിട്ട് നമ്മള് ഒരു കയ്യിൽ അവരും വേണം, മറ്റേ കയ്യിൽ കർത്താവും വേണം. ഇങ്ങനെ നടക്കുന്ന ഒരു യാത്രയാണ് നമ്മള്. We are in a journey, we want people, we want God. ഫെയ്ത്ത് എക്സസൈസ് ചെയ്യാനുള്ളൊരു കാര്യം ഇത് എന്താ പറയുന്നത്, എന്തോ ചെയ്യണം, ഫെയ്ത്ത് എന്തോ ചെയ്യണം, Faith is to be പരിശീലിക്കണം. ഇപ്പം ജിമ്മിലൊക്കെ പോകും, നമ്മുടെ രഞ്ജഭാഷനോടൊക്കെ ചോദിച്ചാൽ അതിനെക്കുറിച്ച് കൂടുതൽ ക്ലാസ് എടുക്കും. എങ്ങനെയാണ് ഈ മസിൽ ഡെവലപ്പ് ചെയ്യണം, നമ്മുടെ വിശ്വാസത്തെ ഡെവലപ്പ് ചെയ്തെടുക്കും. As we develop our physical muscles, faith is something we need to develop. ജിമ്മിൽ പോകും. ഇവിടെ ഒരു മോനുണ്ടായിരുന്നു, അവന് ഇപ്പം ഇവിടെ ഇല്ല, അവനും ഇവിടുത്തെ കുറെ പിള്ളേരെല്ലാം കൂടി ഇവിടെ അടുത്തൊരു ജിമ്മിൽ പോയി. ഇവന് നമ്മുടെ എന്തോ ഷിൻഡോ എല്ലാവരും കൂടെ ചേർന്നാ ജിമ്മിൽ പോയി. അപ്പോൾ ചെന്ന് പറഞ്ഞാൽ അവൻ ആദ്യം ഈ 2 കിലോയുടെ ഡമ്പലാണ് കൊടുത്തത്. അപ്പൊ കുറെ നാളായിട്ട് പോകുന്ന പിള്ളേർക്കെല്ലാം 5 കിലോയുടെ കൈ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇവനങ്ങ് ഭയങ്കരം, അവൻ ദേഷ്യം വന്നു അവനങ്ങ്. We had someone here who started going to the gym, and initially he was given 2 kilos of weight to lift, but he got really upset and he wanted to try a heavier one. ഇപ്പോൾ അവിടെയുള്ള റൂട്ട്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ മണ്ടയ്ക്ക്, അത് നല്ലൊരു ട്രെയിനറാണ്. അതിന്റെ മണ്ടയ്ക്ക് എന്ന് കഴിഞ്ഞാൽ ഇവനങ്ങ് പിണങ്ങി. He was very offended because he was given a very less weight. ആദ്യം 2 കിലോയുടെ കൊടുക്കത്തുള്ളൂ.
Initially, you are only given 2 kilos. മറ്റൊരു അയ്യോ നോക്കണ്ട 5 കിലോടൊക്കെ അവരെടുക്കുന്നു. ഇവന് സഹിക്കാൻ വയ്യ. Those who are there for a long time are carrying ഇവനങ്ങ് 5 kilos. പിണങ്ങി അവിടെ ഇരുന്നോണ്ട് അയാളോട് അങ്ങ് ചാടിക്കിടന്നു. എനിക്കെന്നെ എടുക്കാൻ അറിയത്തില്ലേ? He was offended with the trainer and he said, what do you think? Don't you think that I don't know how to lift the weight? ആ പുള്ളി 5 കിലോടെ എടുത്തു കൊടുത്തു. അപ്പൊ നടുങ്ങിനെ എടുപ്പുണ്ട്. So then he said, okay, you take 5 kilos, and there he was on the floor. ഒന്ന് അടുത്തിരിക്കുന്ന ആളോട് പറയാം, വിശ്വാസം വലിയതൊന്നും നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല, പക്ഷെ ചെറിയതിൽ നമുക്ക് ചെയ്തു തുടങ്ങാം. We may not have great faith, we can start small. നമുക്ക് എല്ലാ കാര്യവും നമ്മൾ ചെറിയ കാര്യങ്ങൾ എക്സസൈസ് ചെയ്താൽ വലുതിലേക്ക് വരേണ്ടത്. We need to exercise in small things. അപ്പുറത്തിരിക്കുന്ന ആള് ചെയ്യുന്നത് കണ്ടുകൊണ്ട് നമുക്ക് അതുപോലെ ചെയ്യാനൊക്കത്തില്ല. നമുക്ക് കർത്താവിനോട് ബന്ധം, കർത്താവ് നമ്മളെ പടിപടിയായിട്ട് വളർത്തിക്കൊണ്ടുവരും. Our relationship is with the Lord, and He will help us grow step by step. അതിനാണ് ഈ അബ്രഹാമിനെ ശ്രദ്ധിച്ചാൽ 12-13 അധ്യായങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ 4 സ്ഥലങ്ങളിൽ യാഗപീഠം പണിതു. He made altar. ഈ ഓൾട്ടർ എന്ന് പറയുന്ന യാഗപീഠം വളരെ അത്യാവശ്യം. യാഗപീഠം പണിതു. That is why Abraham made an altar. ദൈവം പറഞ്ഞൊന്നുമില്ല മോനെ യാഗപീഠം പണിയിടാനൊന്നും കർത്താവ് പറഞ്ഞൊന്നുമില്ല. God did not say build an altar. പക്ഷെ യാഗപീഠം പണിതിട്ട് എന്ത് ചെയ്തു? യാഗം അർപ്പിച്ചു. He built an altar and offered a sacrifice. അബ്രഹാം എപ്പോഴൊക്കെ ദൈവശബ്ദം കേട്ടോ അന്നേരമല്ല യാഗപീഠം പണിത് യാഗം അർപ്പിച്ചു. Whenever Abraham heard a voice of God, he built an altar. ആമേൻ. അത് തന്റെ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് യാഗം അർപ്പിക്കുക എന്നുള്ളതാക്കി മാറ്റി. His commitment was ആരും മാതൃകയായിട്ടൊന്നും ചെയ്യാനില്ല, പക്ഷെ തന്റെ ഉള്ളിൽ ഒരു ബോധം വന്നു, കർത്താവ് എന്നോട് പറയുന്ന വാക്കുകൾക്ക് അനുസൃതമായി ഞാനൊരു കാര്യം ചെയ്യണം, അത് യാഗം കഴിക്കുക എന്നുള്ളതാണ്. Nobody was there to show an example to him, but he had this desire in him that when God says something, I need to do it. രാവിലെ നമ്മൾ വന്ന് യാഗം കഴിക്കാൻ വേണ്ടി സ്തോത്രം എന്ന യാഗം വന്നേ ഉള്ളൂ. Even this morning we came here to offer the sacrifice of praise. വചനം കേൾക്കുമ്പോൾ ഈ യാഗം ഉയർന്നു വരണമെന്ന്, യാഗം ഉയരണം, ആമേൻ ഉയരണം, സ്തോത്രങ്ങൾ ഉയരണം. Even as you hear the word of God, praises and amen should rise here as sacrifice. അങ്ങനെ ആരാധനയ്ക്ക് എത്തുന്ന ആരാധനയിൽ സഹകരിക്കാം. ചുമ്മാ വെറുതെ മേളോട്ട് ഈ ബോർഡും ഒക്കെ വായിച്ചുകൊണ്ട് ഇങ്ങനെ കഴിഞ്ഞാൽ അതെങ്ങനെ ഈ സ്തോത്രയാഗമായിട്ട് തീരും? If you're not cooperating with worship, you're just standing there as a spectator, how can this be a sacrifice? സ്തോത്രം പറയുക, ആരാധനയിൽ സജീവമായിട്ട് പങ്കെടുക്കുന്നവരൊക്കെ വിശ്വാസം വർദ്ധിക്കുക തന്നെ ചെയ്യും. Those who are actively participating in the worship, അവര് പറയുന്ന കാര്യങ്ങളെ പിന്നെ നടക്കത്തുള്ളൂ. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യാഗം കഴിക്കുന്നവൻ പറയുന്നത് പിന്നെ നടക്കത്തുള്ളൂ. The one who builds an altar of sacrifice, what he says will come to pass. ദൈവവചനം കേട്ടിട്ട് ആമേൻ പറയണമെന്ന്. When you hear the word of God, you must say 107 സങ്കീർത്തനത്തിൽ പറയല്ലോ, വചനം അയച്ച് സൗഖ്യമല്ല. അപ്പൊ വചനം കേൾക്കുമ്പോൾ നിന്റെ അകത്ത് സൗഖ്യം വരാൻ വേണ്ടി നീ ആമേൻ എന്ന് പറയണം, പിടിച്ചെടുക്കണം അവര്. Psalm 107 says, I will send my word and send healing. But when you hear the word, you must say amen. കർത്താവ് വചനം അയച്ചാൽ ഈ പാഴും ശൂന്യമായി കിടന്നിടത്ത് എല്ലാം ഉണ്ടാക്കിയത്. വചനം അയച്ച് എല്ലാത്തിനെയും ഉണ്ടാക്കി. The Lord sent His word and created everything out of a place where it was empty and void. വചനത്താൽ വചനം അയച്ചിട്ട് പിശാച് ബാധിച്ചവരെ സൗഖ്യമാക്കിയെന്ന മത്തായി 8:16 എഴുതിയിരിക്കുന്നു. Matthew 8:16, He sent His word and healed those who are possessed. യോഹന്നാൻ 15:3 എഴുതിയിരിക്കുന്നത് വചനം ചെന്നപ്പോൾ അവർ ശുദ്ധീകരിക്കപ്പെട്ടു. എന്റെ വചനം കേട്ട് നിങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ടെന്ന കർത്താവ് പറയുന്ന ശിഷ്യന്മാരോട്. John 15:3, Jesus says, you are cleansed by my word. യോഹന്നാൻ 8:47 എഴുതിയിരിക്കുന്നത് ദൈവസന്തതി ആയിരിക്കുന്ന ദൈവവചനം കേൾക്കുന്ന. John 8:47 says, those who are children of God will hear the word of God. എന്ന് പറഞ്ഞാൽ കേട്ടാൽ നിന്റെ അകത്ത് വിശ്വാസം വർദ്ധിക്കും. Which means when you hear, faith will increase. ദൈവത്തിന്റെ സന്തതിയാണെന്ന് വചനം കേൾക്കാൻ താല്പര്യം വരും. If you are a child of God, you would want to hear the word. ഈ വരുന്ന വചനം പിതാവിൽ നിന്നുള്ളതാണെന്ന് അവൻ വിശ്വസിക്കുന്നത് കൊണ്ട് അവന്റെ അകത്തെ വിശ്വാസം വർദ്ധിക്കുന്നത്. Because as what comes from the Father, the faith in you increases. ചർച്ചിൽ വരുന്നത് കാണാനല്ല, ചർച്ചിൽ വരുന്നത് കേൾക്കാനാണെന്ന് ആദ്യമേ മനസ്സിലാക്കണം. You need to understand, you come to church not to view but to hear. റോമർ 10:17 എഴുതിയിരിക്കുന്നുണ്ടല്ലോ, ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നത്. അപ്പം വിശ്വാസം വരുന്നത് കേൾവിയാല, കേൾക്കണം. Faith comes by hearing and hearing by the word of God. Word of God അല്ല, ക്രിസ്തുവിന്റെ. അതിനകത്ത് വ്യത്യാസം ബിറ്റ്വീൻ ദ ലിപ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്നാണ് ആംപ്ലിഫൈഡിനകത്ത് എഴുതിയിരിക്കുന്നത്. കർത്താവ് തന്നെ തന്റെ ചിറികൾ അതരത്തിൽ കൂടി പറയുന്ന വാക്കുകൾ കേൾക്കണം. വേദപുസ്തകത്തിനകത്ത് മുഴുവൻ കേട്ടാന്നും വരത്തില്ല.
ദൈവമായി നമ്മളോട് സംസാരിക്കുന്നു എന്നുള്ള വചനങ്ങൾ കേട്ടെങ്കിൽ മാത്രമേ വിശ്വാസം വർദ്ധിക്കത്തുള്ളൂ. Only when you hear the words of Jesus that comes between his lips, your faith will ദൈവം increase. പറഞ്ഞു, ഞാൻ കേട്ടു, വിശ്വസിച്ചു, അത് അവൻ പ്രവർത്തിക്കുക തന്നെ ചെയ്യും, അവൻ അതിനകത്ത് നീതിയോടെ പ്രവർത്തിക്കും. God said he believes and he works and he will walk in righteousness. കാരണം അവൻ വാക്ക് മാറാത്തവനാണ്, വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായിരിക്കുന്നവനാണ്. He is faithful to his promises. You can miss God if you are not a listener. കേൾവിക്കാരനല്ലെങ്കിൽ ദൈവത്തെ പോലും നമുക്ക് ചിലപ്പം നഷ്ടമായി എന്ന് വരാം. If you are not a listener, you can even miss God. കണ്ടില്ലേ, ശ്രദ്ധിച്ചില്ലേ? ഒന്നും മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞ് ചിലര് പിന്നെ വരത്തില്ല. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, ഞാൻ അവിടെ പോയിരുന്നിട്ട് എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല, മനസ്സിലാകുന്നില്ല. കണ്ടില്ലേ, അവരുടെ ചിന്തയ്ക്കകത്തോട്ട് ഇത് കയറാൻ പറ്റുന്നില്ല. They are not able to get it into their thought line. വചനം കേൾക്കുമ്പോൾ നന്ദി പറഞ്ഞ് യാഗം അർപ്പിക്കണം എന്ന് പറഞ്ഞാൽ ആരാധിക്കണമെന്ന്. When you hear the word of God, സ്തോത്രം പറയണം എന്ന് പറഞ്ഞാൽ റെസ്പോണ്ട് ചെയ്യണമെന്ന് നേരത്തെ ഞാൻ കേൾക്കുന്നതിനനുസരിച്ച് ആമേൻ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ഉറപ്പിക്കുക അതിന്റെ മേൽ. ഈ പറഞ്ഞത് എനിക്ക് വേണ്ടിയുള്ളതാണ്. when you hear the word of God, you have to say hallelujah and amen and build an altar of അങ്ങനെയാണെങ്കിൽ sacrifice. അബ്രഹാം 3-4 പ്രാവശ്യം ഉണ്ടാക്കിയുള്ളൂ, നമ്മൾ എല്ലാ ദിവസവും ഓൾട്ടർ പണിയുന്നു. Which means Abraham built few times, we have to build an altar all എല്ലാ the time. സെക്കൻഡിലും സ്തോത്രം എന്ന യാഗം എല്ലാ സമയത്തും അർപ്പിക്കണമെന്ന്. Every second we have to give praises of sacrifice of praise. ഈ മെസ്സേജ് തന്നെ നമ്മൾ ശ്രദ്ധിച്ച്, നമുക്ക് കർത്താവിന്റെ കൃപയാൽ ആഴ്ചയിൽ 6 മെസ്സേജ് ഇവിടെ നടക്കുന്നുണ്ട്. ഞായറാഴ്ച 2 മെസ്സേജുകളുണ്ട്, ആമേൻ. ബുധനാഴ്ച 2 മെസ്സേജ് ഉണ്ട്, പിന്നെന്താ വെള്ളിയാഴ്ച 2 മെസ്സേജ് ഉണ്ട്. അല്ല തന്നെ 6 മെസ്സേജ് ഇല്ലേ? ആഴ്ചയിൽ 6 മെസ്സേജുകൾ കിടപ്പുണ്ട്. അത് തന്നെ ടെലഗ്രാമിൽ തന്നെ പിന്നെ കേട്ടാൽ സ്പിരിച്വൽ മസിൽസ് ഡെവലപ്പ് ചെയ്യുന്നു. We have 6 messages spoken in this church, 2 messages on Sunday, 2 messages on Wednesday and 2 on Fridays, and these messages are recorded and posted in Telegram group. You just hear some of them, your spiritual muscle will increase. എനിക്കിത് കാണാൻ പറ്റും. ടെലഗ്രാമിൽ ആര് കാണുന്നുണ്ട്, എത്ര നേരം പ്ലേ ചെയ്യുന്നുള്ളത് എനിക്ക് കാണാൻ പറ്റും. ഞാൻ നോക്കിയിട്ടില്ല, only few people. അവർക്ക് ബാക്കിയുള്ളവര് അതുകൊണ്ട് വിശ്വാസത്തിൽ ആ മസിൽസ് ഒന്നും ഡെവലപ്പ് ആകത്തില്ല. I can see as an admin how many people view these things and how many people hear. Only few actually hear this message. That's why you're not growing in faith. എനിക്ക് എന്നോട് തന്നെ അങ്ങ് സങ്കടം തോന്നുന്നു, എന്താ ഇവരിത് കേൾക്കാത്തത്. ചിലർ കേൾക്കുന്ന ഒന്ന് കണ്ടിട്ട് ഇപ്പൊ ഫേസ്ബുക്കിലൊക്കെ നമുക്ക് ലോറിയല്ല അത് വ്യൂ ചെയ്തിട്ട് അങ്ങ് മാറും. അപ്പോൾ 1 സെക്കൻഡ് നോക്കിയാണ് കാണുന്നത്, 1 സെക്കൻഡ് വ്യൂ ചെയ്തിട്ട് മാറി. അല്ലെ 1 മിനിറ്റ് നോക്കുക, എന്നാ പുള്ളി പറയുന്നത് നോക്കിയിട്ട് അങ്ങ് പോകും, മുഴുവൻ കേൾക്കത്തില്ല. Some people view it for 1 second or 1 minute and then they leave. ചിലർ 3 മിനിറ്റ്, ചിലർ 5. നമുക്ക് ഇത് കാണുന്നുണ്ട് സങ്കടം. കാര്യം അതിനകത്ത് കാണാം 3 മിനിറ്റ് വ്യൂ ചെയ്തവർ, 10 മിനിറ്റ് വ്യൂ ചെയ്തവർ, അരമണിക്കൂർ വ്യൂ ചെയ്തവർ, 1 മണിക്കൂർ കണ്ടവർ, 4 മണിക്കൂർ കുത്തിപ്പിടിച്ചിരിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ എന്തോരം ഉയർച്ചയായിരിക്കും ഉണ്ടാകുന്നത്. ഞാനൊക്കെ ആത്മാർത്ഥമായിട്ട് ഞാൻ ഹൃദയത്തിൽ നിന്ന് പറയും, ദൈവമേ അവരെ അങ്ങ് വർദ്ധിപ്പിക്കണമെന്ന് ഞാൻ തന്നെ പ്രാർത്ഥിക്കുമല്ലോ. I can see some people viewing for 1 hour. There are some who even view for 4 hours. From my heart I bless them and pray Lord them increase. നമ്മൾ പറയുന്ന വാക്കൊക്കെ കേൾക്കുന്നവനെ നമ്മൾ തന്നെ ഹൃദയം കൊണ്ട് അനുഗ്രഹിച്ച് അങ്ങ് നീ ഇനി ഒന്നും അല്ലെങ്കിൽ പോലും നിന്നെ അനുഗ്രഹത്തിന്റെ വാക്കുകൾ നിന്റെ മേൽ വരുമ്പോൾ നീ തന്നെ അറിയാതെ ഉയർന്നു പോകും. When you see such people who are hearing, even if you are nothing, we tend to bless them. ആമേൻ. ഈ അബ്രഹാമിന്റെ യാഗപീഠമൊക്കെ കാണാവുന്ന പോലെ പണിത് വെച്ചത്. Abraham's altar was visible. ആ ഒരു സ്കെച്ച് ആരും കൊടുത്തിട്ടില്ല, ഒരു ആർക്കിടെക്റ്റും ഇല്ല, ഒന്നുമില്ല. ആള് കല്ലെല്ലാം കൂടെ പറക്കി അടുക്കി യാഗം കഴിക്കേണ്ടത് എങ്ങനെയാന്ന് അവനവന്റെ ഉള്ളത്തിൽ തന്നെ ഒരു ബോധ്യം ഉണ്ടാകും. No one gave him a sketch of how to build the altar, but you need to have a picture in your heart how to build your altar. കൃപയാൽ ഈ അബ്രഹാം വിശ്വാസത്തിന്റെ പിതാവ്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ചായിട്ടൊന്നും നോക്കണ്ട. ഇവിടെയാണ് പരിശുദ്ധാത്മാവിന്റെ വലിയ ഗൈഡൻസ് പറയുന്നത്. നമ്മൾ എവിടെയോ യാഗമൊക്കെ പണിത് വെച്ചിരിക്കുന്നിടത്തേക്ക് കൊണ്ടുവന്നുള്ളൂ, നമ്മൾ അതിന്റെ കൂട്ടത്തിൽ കയറി യാഗം അർപ്പിച്ചാൽ മതി. He is a father of faith, and by grace we also need to have a picture as given by the Holy Spirit how to build our altar. അബ്രഹാമിന്റെ യാഗം പീഠം കാണാവുന്നത് പോലെ തന്നെ നമ്മുടെ സ്തോത്രവും ആരാധനയും ഒക്കെ കാണാവുന്ന തരത്തിലായിരിക്കണം. It should be seen. Our praises and worship should be seen. നമ്മുടെ ഫെയ്ത്ത് പ്രകടമാക്കണം, അതൊക്കെ എക്സസൈസ് ചെയ്യണം. Our faith should be exercised and visible. ലോർഡ്സ് ടെമ്പിൾ ദൃശ്യമല്ല, ഇത് പാത്ത് വെച്ചു, നല്ലത് തുണിയിട്ട് കവർ ചെയ്തിരിക്കുന്ന വല്ലൊന്നും അതിന്റെ മണ്ടയ്ക്ക് വീഴാതിരിക്കാൻ വേണ്ടി നമ്മൾ കഴിക്കുകയും കുടിക്കുകയോ ചെയ്യേണ്ടതല്ലേ, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല അത് തുണി ഇടുന്നത്. മനസ്സിലായോ? നമ്മളായിരിക്കും തുണിയൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത് ആരും കാണിക്കാതിരിക്കാൻ വേണ്ടി, ദൃശ്യമായിട്ടുള്ളത് അത് ലോർഡ്സ് ടേബിൾ.
The table of the Lord is a visible one. Everyone can see. We covered. ഇതിനകത്തൊരു സാധനം ഇരിപ്പുണ്ട്. ഞാൻ ആ സമയമാകുമ്പോൾ കാണിക്കാന്ന് പറഞ്ഞാന്ന് നിൽക്കുന്നു. അല്ലല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയത്തില്ല എന്തോ അതിനകത്തിരിക്കുന്നു. You all know very well what is covered and kept inside. അത് പൊടിയൊന്നും വീഴാതിരിക്കാൻ വേണ്ടി തുണിയിട്ട് കവർ ചെയ്ത് വെച്ചിരിക്കുന്നു. Covered it so that it's protected from dust. അപ്പൊ നമ്മളിപ്പം ഈ മെയിൻ ലൈൻ ചർച്ചസിലൊക്കെ വെച്ചാൽ ഇങ്ങനത്തെ തുണിയൊന്നും ഇട്ട് വെക്കത്തില്ല. Mainline churches, you don't have this. കാര്യം ഒരു കപ്പിനകത്തൊന്നും കുഞ്ഞു സ്പൂണിനകത്ത് എല്ലാവർക്കും കൊടുക്കുക. Everyone is served from one. അപ്പൊ ആ കപ്പ് മാത്രം ഇങ്ങനെ ആ കപ്പ് മാത്രം കവർ ചെയ്താൽ മതി. എന്റെ മണ്ടയ്ക്ക് ഒരു കവർ കാണും. The cup will have a cover. അപ്പം ആണെങ്കിൽ വല്ല ഒടിച്ചോടിച്ച് എല്ലാവർക്കും കൊടുക്കുന്നു. അല്ലാണ്ട് നമ്മൾ ഇവിടെ കഴിക്കുന്ന പോലെ വയറ് ഇങ്ങനെ വെക്കുന്ന പോലെ ഒന്നും ആർക്കും കൊടുക്കത്തില്ല. Even bread is given in a small amount. അവസാനം ജോസ് ബ്രദറൊക്കെ എന്നോട് പറയും, വിൽപ്പിച്ചാനും രാജാനും അവനെ പറയും, ആള് കുറവാണെങ്കിൽ പാസ്റ്റർ ഇന്ന് അത്ര വയസ്സ് കഴിച്ചു, ഇനി ചോറ് വേണ്ട, ചോറ് വേണ്ട, വിശപ്പില്ല, എത്ര വയസ്സല്ല അവിടെ തിന്ന്. If the crowd is less, then finally our elders have to finish off the. ഒരാഴ്ച ഒതുക്കത്തെ എന്നോട് പറഞ്ഞു, അപ്പം തിന്നാൻ വലിയല്ല, വീഞ്ഞാന്ന് ഞാൻ കുടിച്ചോളാം. അതെനിക്ക് മനസ്സിലായി. അത് ഷീന്റെ പരുവത്തിനെ ഉണ്ടാക്കത്തുള്ളൂ. ഇപ്പൊ കാണാവുന്ന പോലെ ലോർഡ്സ് ടേബിൾ ഇരിക്കുന്നത് അല്ലേ? The Lord's table is visible before us. ആമേൻ. അതുപോലെ വിസിബിൾ ആയിരിക്കണം നമ്മുടെ പ്രാർത്ഥനകളും. Even our prayers should be visible. എന്ന് പറഞ്ഞാൽ മക്കള് കാണണം. നമ്മൾ ഈ ആരാധിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും നമ്മുടെ പിള്ളേർ കാണണം. Our children must see. ഞാൻ എന്റെ കാര്യം എപ്പോഴും പറയും, കർത്താവിന്റെ കൃപയാ ഞങ്ങൾ ഈ കർത്താവിനെ അറിഞ്ഞ കാലം തൊട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഞങ്ങൾ ആരാധിക്കുന്ന കാണാൻ മഹാഭാഗ്യം കർത്താവ് ഞങ്ങൾക്ക് തന്നു. It's been our testimony. Our children are able to see. അവര് ആരാധനയുടെ ഒരു ഭാഗമായി നിന്നത് തന്നെ ഞങ്ങൾക്കൊരു വലിയ അനുഗ്രഹമാണ്. It is a great blessing that they also are part of the worship. കഴിഞ്ഞ ആഴ്ചയിലൊക്കെ പറഞ്ഞല്ലേ, സ്വോത്രാഴ്ച ഇടുന്നത് കാണണം. അപ്പനും അമ്മയൊക്കെ സ്വോത്രാഴ്ച ഇടുന്ന പിള്ളേരും കാണണമേ. Children need to see parents giving. പിള്ളേർക്ക് കൊടുക്കണം, പിള്ളേരുടെ കൈ കൊടുക്കണം എന്ന് പറഞ്ഞത്. 10 രൂപ ആണെങ്കിലും 20 രൂപ ആണെങ്കിലും 50 രൂപ ആണെങ്കിലും എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേരുടെ കൈ കൊടുക്കണം, മോനെ ഇടാൻ പറയണം. അപ്പൊ അവർക്കൊരു ഉത്സാഹം. കൊച്ചു കുഞ്ഞുകൊണ്ട് വിട്ടിരുന്നു വരച്ചോണ്ടിരിക്കുന്നില്ല, അവൻ ആ സ്വോത്രാഴ്ചയുടെ സഞ്ചി വരുമ്പോ ഇത് ഇടാൻ ഉത്സാഹം അവന് വരണം. Children should be eager to put offering when the offering bag is come. അവർക്ക് വേറൊന്നും മനസ്സിലാകത്തില്ല, എന്തോ കൊടുക്കാനുള്ള കാര്യം ഒന്നും പിടികിട്ടത്തില്ല അവർക്ക്. They don't understand anything, but at least they need to know. കുഞ്ഞിലെ തൊട്ടേ വാങ്ങിപ്പിക്കാനല്ല അവരെ ശീലിപ്പിക്കേണ്ടേ, കൊടുക്കാൻ ശീലിപ്പിക്കണം. Train your children from young age to give, but not to തൊട്ടയിലെ receive. ശീലം ചുടല വരെ എന്നല്ലേ. അവൻ ആ പൈതൽ പ്രായത്തിന് അവന് ലഭിക്കുന്ന ചിന്തകളാണ് അവന് വലുതാകുമ്പോഴും നമുക്ക് കൊടുക്കാനുള്ള ഉത്സാഹം വർദ്ധിക്കും. If you train up your child to give from a young age, even when he is old, he would have വീട്ടിൽ the heart to പ്രാർത്ഥന give. നടത്തണമെന്ന് ഞാൻ പറയുന്നു. വീട്ടിലൊക്കെ പ്രാർത്ഥന നടത്തി പിള്ളേർക്ക് അവർക്ക് മാതൃകയായിട്ട് ഇതൊക്കെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ വീട് തുറന്നു കൊടുക്കണം പ്രാർത്ഥിക്കാൻ. We must open up our home for prayer and worship. കർത്താവിനെ സേവിക്കുന്നത് തലമുറകൾ കാണണ്ടായോ? Our generation must see us serving God. ഇവിടെ വന്ന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്, പല പല ശുശ്രൂഷകൾ ചെയ്യുന്നവരുണ്ട്. അതൊക്കെ അവരുടെ തലമുറകൾക്ക് അനുഗ്രഹമെന്ന് ഞാൻ പറയത്തുള്ളൂ. There are many who come and voluntarily do a lot of things which will turn out to be a blessing to your generation. കൂലിയൊന്നുമില്ല. അത് അവരുടെ ആ ഉത്സാഹത്തെ സ്വർഗത്തിലെ ദൈവം കാണുന്നു. നിന്റെ യാഗമാണെന്ന് നീ മനസ്സിലാക്കിക്കോണം. There is no special wages to such service, but God is seeing your sacrifice. And many people are noticing it. പലരും ഇത് കണ്ടോണ്ടിരിക്കുക. നീ ചെയ്യുന്നതല്ല, അവര് തന്നെ പറയും, ദൈവമേ ഇവൻ എത്ര അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് അവര് തന്നെ പറയും. People are watching it and they're saying that you are a blessed one. സ്നാനം ഇത് തന്നെയാണ്, സ്നാനം ഇതുപോലെ തന്നെയാണ്, വിസിബിൾ ആയി. Baptism is visible. അല്ലല്ലേ, അതിനകത്ത് കയറി പോണം. You must go up in your patience. അബ്രഹാമിന്റെ വിശ്വാസത്തെ നോക്കിയാൽ വിസിബിൾ ആയിരുന്നു, കാണാം, എല്ലാവർക്കും കാണാവുന്ന. Abraham's faith was visible. അത് അടുത്ത തലമുറയിലേക്ക് ഒഴുകുന്ന കണ്ടില്ലേ? It is flowing to the next generation. 12-ാം അധ്യായത്തിൽ യാഗപീഠം പണിത് അബ്രഹാം അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. 100 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് യാക്കോബ് അപ്പനെയൊക്കെ കളിപ്പിച്ച് ചമ്മാച്ചന്റെ വീട്ടിലോട്ട് ഓടിപ്പോകുമ്പോ ഈ പറയുന്ന ലൂസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിട്ട് ഒരു യാഗപീഠം പണിതു. If Abraham built an altar of sacrifice, 100 years later, his son Jacob builds an altar on the way to his uncle Laban's house. പറയുന്നതനുസരിച്ച് അബ്രഹാം പണിതെടുത്ത് തന്നെയാണ് ഇവൻ പണിതവർ. കാര്യം അവിടെ ദൂതന്മാർ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്ന ഇവൻ കണ്ടു. There he saw angels descending and ascending. ഒരു കല്ലൊക്കെ എടുത്ത് തലേണയെ വായിച്ച് കിടന്ന് ഉറങ്ങുമ്പോഴാണ് ഭയങ്കരമായ സ്വർഗീയ ദർശനങ്ങൾ ഉണ്ടാകുകയാണ്. He had heavenly vision when he was sleeping on a stone. എങ്ങനെ പറയാനാ? വല്യപ്പച്ചൻ യാഗപീഠം പണിതിട്ടുണ്ടെങ്കിൽ കൊച്ചുമക്കളും യാഗപീഠം പണിയാതിരിക്കുവോ? If the grandfather built an altar, എല്ലാ വല്യപ്പച്ചന്മാരോടാ ഞാൻ പറയുന്നത്, നിങ്ങളൊക്കെ ചെയ്യുന്നത് കാണണം.
ഷുഡ് ബി സീൻ. മറ്റുള്ളവർക്ക് വിസിബിൾ ആയിട്ടിരിക്കും. എങ്കിൽ മാത്രമേ ചെറുമക്കളും അതിലേക്ക് വരത്തുള്ളൂ. പേടിച്ചും പാത്തും ഒക്കെ ഓരോന്നും ചെയ്യുന്നത്. I want to encourage all the grandfathers, let your grandchildren see what you're doing. ഇപ്പോഴും എവിടാന്ന് ചോദിച്ചാൽ കറക്റ്റ് ആയിട്ട് അറിയത്തില്ല എവിടാന്ന്. Exactly, we don't know where it is. വരുന്നേ ഉള്ളൂ, പക്ഷേ പലതും കൊണ്ട് വേറെ കണ്ട. You are just coming, but you are away in your mind. Your altar will carry through generations. വല്ല തലമുറകളിൽ കൂടി ഇത് ഇങ്ങനെ കടന്നു പോകണം. Your altar is carried through generations. സദൃശവാക്യം 11 അധ്യായത്തിന്റെ 21 വാക്യം വായിച്ചാട്ടെ. Proverbs 11:21. ആമേൻ. ദുഷ്ടന് ശിക്ഷ വരാതെ ഇരിക്കുകയില്ല അടുത്തത് എന്നതിന് ഞാൻ കൈയടിക്കാം. അതല്ല വേണ്ടി നമുക്ക് നീതിമാന്മാരുടെ സന്തതിയോ. ഉറപ്പായ കാര്യം, രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എപ്പോഴും സേഫ് സൈഡിലായിരിക്കും. The posterity of the righteous will be delivered. The seed of the righteous will be delivered. അവൻ എന്തോ കുടുക്കിനകത്ത് പോയി വീണെന്ന് പറഞ്ഞാലും നീതിമാന്റെ സന്തതിയാണോ അവൻ രക്ഷിക്കപ്പെടും. അവൻ രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ യേശുവിനെ കർത്താൻ രക്ഷിതായിട്ട് സ്വീകരിക്കുന്നല്ല പറഞ്ഞത്. ഏത് അപകടത്തിൽപ്പെട്ടാലും അപകടത്തിന് ഇവനെ തൊടാൻ ഒക്കത്തില്ല. കാര്യം ഇവന്റെ വല്യപ്പച്ചൻ, ഇവന്റെ വല്യമ്മച്ചി, ഇവന്റെ അപ്പൻ, മുതുമുത്തച്ഛൻ ഒക്കെ ആരാധനക്കാരായതുകൊണ്ട് കർത്താവ് ഇവനെ വിടുവിക്കുവാനകത്തു. No matter in what trap you fall into, because your grandfather, your grandmother, they were all worshippers, you will be delivered. അതുകൊണ്ട് തലമുറയ്ക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളാണ് ഇപ്പൊ ഇത് ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യുന്ന മുഴുവൻ അടുത്ത തലമുറകൾക്ക് വേണ്ടിയായിരിക്കണം. Whatever you do should be for the next generation. പുറപ്പാട് പുസ്തകം 13 അധ്യായത്തിന്റെ 14 വാക്യം വായിക്കുമ്പോൾ Exodus 13:14. ഇത് കേക്ക്. എന്നാൽ ഇതെന്തെന്ന് നാളെ നിന്റെ മകൻ നിന്നോട് ചോദിക്കുമ്പോൾ കർത്താവ് ബലമുള്ള കൈകൊണ്ട് അടിമവീടായ മിസ്രൈമിൽ നിന്ന് ഞങ്ങളെ പുറപ്പെടുവിച്ചു. ഇവിടെ പറയുന്നത് ഭാവിയിൽ എന്നാ വാക്ക്. ഭാവിയിൽ എന്നാ വരേണ്ടത്. ഭാവിയിൽ നിന്റെ തലമുറ നിന്നോട് ഇതെന്തെന്ന് ചോദിക്കും. അപ്പൊ പറയണമെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ചെയ്യണം. In future, when your son asks you, what is this? You are to tell him, with a mighty hand the Lord brought us out. NET version ഞാൻ അയച്ചിട്ടുണ്ട്. NET version അകത്ത് എഴുതിയിരിക്കുന്ന in the future എന്ന് എഴുതിയിരിക്കുന്നത്. in the future എന്ന് പറഞ്ഞാൽ ഭാവിയിൽ. In the future means what is to come in the future. ഞാനത് ആ വാക്ക് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞത് in the future എന്ന് പറയണമെങ്കിൽ അതിന്റെ അർത്ഥം നിനക്കൊരു ഭാവി ഉണ്ടെന്നാ. If it says in the future, it means നിനക്കൊരു ഫ്യൂച്ചർ. എന്റെ കുഞ്ഞെ, നീ എന്നെ ശ്രദ്ധിച്ചോ, നിനക്കൊരു ഫ്യൂച്ചർ ഉണ്ടെന്നാ പറയുന്ന കാര്യം. നാളെ എന്ന് പറയുന്ന ഒരു ദിവസം നീ ദൈവവുമായിട്ടുള്ള ഇടപാടിലേക്ക് വരും. അപ്പോൾ നിനക്ക് ചിലത് പറയാനായിട്ടുള്ളത് നീ ഇപ്പോഴേ ശീലിച്ചോണം. Tomorrow you will come into a covenant with the Lord. You must train yourself to speak that day. Don't give up. വിട്ടുകളയാനൊക്കെ നമുക്ക് തോന്നും, പക്ഷെ നിനക്കൊരു ഭാവിയുണ്ട്. അടുത്തിരിക്കുന്ന ആളോട് നിനക്കൊരു ഭാവിയുണ്ട്. Don't give up. Often you think അത് ഈ വിശ്വാസത്തിന്റെ യാത്രയിൽ ഉറപ്പായിട്ടും നിനക്കൊരു ഭാവി ഉണ്ടായിരിക്കും. In the walk of faith, definitely you have a future. യോശുവയുടെ പുസ്തകം 4:21. Joshua 4:23. ഇസ്രായേൽ മക്കളോട് പറഞ്ഞത് എന്തെന്ന്, ഈ കല്ല് എന്തെന്ന് വരും കാലത്ത് നിങ്ങളുടെ മക്കൾ പിതാക്കന്മാരോട് ചോദിച്ചാൽ. അപ്പൊ ചോദിക്കും, അന്ന് നമുക്കറിയാമല്ലേ കല്ലുകൾ ഇട്ടിരിക്കുന്നത് വരും കാലത്ത്. in the future തലമുറകൾ വന്ന് ചോദിക്കും, എന്തിനാ ഈ കല്ലിട്ടിരിക്കുന്നത്? In the days to come, your generation will ask of you, why these stones? ആരോട് ചോദിക്കുന്നത്? അവിടെ ആരോട് ചോദിക്കാം? പിതാക്കന്മാരോട് ചോദിക്കും. ഇപ്പം എന്തെങ്കിലും ചെയ്തോണം. നാളെ തലമുറ ചോദിക്കുമ്പോൾ അതിന് ഉത്തരം കൊടുക്കാൻ ഇപ്പൊ എന്തെങ്കിലും ചെയ്തോണം. Do something today so you have an answer to give to your generation. പിള്ളേര് ചോദിക്കുക, why അമ്മ, why അപ്പ you go to church എന്ന് പറയുമ്പോൾ നമുക്ക് ചുമ്മാ പോയില്ലെങ്കിൽ പാസ്റ്ററിനെ വിളിച്ചാലോ, എന്നാ പോയേക്കാം. അപ്പ why you go to church? നമ്മുടെ മറുപടി എന്തുവാ? ചെന്നില്ല, ഇനി പിന്നെ അത് മതി. നമ്മളതിനാ പോകുന്നു. When your children ask you, why do you go to church? Do you say, otherwise the pastor will ask why you didn't come? Is that your answer? ചിലര് പറയുന്നേ, ഒത്തിരി നാളായി പോയിട്ടാ, ഇന്നലെ ഒന്ന് പോയേക്കാം, ഓണമൊക്കെ ആയില്ലേ. Some will say, it's been a long time we visited church, let's just go. രാവിലെ ഞാൻ ആരോട് ചോദിച്ചോനെ പറഞ്ഞ മഹാബലി വർഷത്തിൽ ഒരിക്കൽ വരത്തില്ല, അതുപോലെ ഞാൻ വന്നാന്ന്. Just as Mahabali visits once a year, let me visit the church. സത്യമാ, വലിയ മഹാബലിയായിട്ടാണ് ഈ വരുന്നത് തന്നെ. എന്തോരം ത്യാഗം സഹിച്ചാ വരുന്നതെന്നറിയാം. You do a lot of sacrifice and come to church. രാവിലെ എഴുന്നേക്കണം, പിന്നെ ഇന്ന് ചർച്ചിൽ പോണ്ടേ, രാവിലെ എഴുന്നേക്കണ്ടായോ? You need to wake up today to go to church. അന്നേരമല്ലേ നമ്മൾ ഇടാനുള്ള സാധനങ്ങളൊക്കെ എവിടാന്ന് തപ്പിപ്പിടിക്കുന്നത്. That's when you search all the things that you need to wear. എന്തോ ഒരു ത്യാഗമാ. അത് തന്നെ വീട്ടിൽ തന്നെ ഒരു യാഗം കഴിഞ്ഞിട്ടാ ഇങ്ങോട്ട് വരുന്നത്. You finish a sacrifice at home
finding your clothes and then you come അങ്ങനെ here. ഇറങ്ങി ഇങ്ങോട്ട് താഴോട്ട് വരുമ്പോ വണ്ടിയുടെ ചാവി കാണാനില്ല. അതെന്തോ ഒരു ത്യാഗമോ. And then you come hurriedly and then you don't have the car ചിലര് keys. താഴോട്ട് ഇറങ്ങി നോക്കുന്നവരുടെ വണ്ടിയുടെ ടയർ പഞ്ചർ, ആ ടയറിനിട്ട് ഒരു തൊഴി. And then you see the tire punctured, then you kick the tire. അതൊക്കെ എല്ലാവരും കാണുന്നുണ്ട്. അത് ഡിസ്പ്ലേഡ് ആയി, എല്ലാവരും കാണുന്നുണ്ട്. അതൊക്കെ ചെയ്യുന്നൊക്കെ That is very visible to everyone. ഇവിടെ ചോദിക്കുകയാണ്, വരും തലമുറ പിതാക്കന്മാരോട് ചോദിക്കുക, എന്തിനാ കല്ല് അവിടെ ഇട്ടേക്കുന്നത്? The generation is asking the fathers, why You should this have that mountain knowledge to say. ഇത് പറയാനുള്ള അറിവ് വേണം. എന്തിനാ അവിടെ പോയത്, എന്തിനാ ഈ ആരാധനയ്ക്കകത്തിരിക്കുന്നത്, എന്തിനാ ഇന്ന് വന്നതെന്ന് ചോദിച്ചാൽ അതിന് വ്യക്തമായി പറയാനുള്ള അറിവകത്തുണ്ടായിരിക്കണം. You need to have the right understanding to answer your children when they ask you why worship, why do you come? യോശുവ 4:24 നോക്കിയാട്ടെ, സർച്ച് നോക്കിയാട്ടെ. യോശുവ 4:24. Joshua 4:24. ഞങ്ങൾ ഇക്കരെ കടപ്പാൻ തക്കോണം നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞങ്ങളുടെ മുമ്പിൽ ചെങ്കടൽ വറ്റിച്ചു കളഞ്ഞതുപോലെ നിങ്ങൾ ഇക്കരെ കടപ്പാൻ തക്കോണം ഞങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ മുമ്പിൽ യോർദാനിലെ വെള്ളം വറ്റിച്ചു കളഞ്ഞു. നിങ്ങൾ നോക്കിയേ, രണ്ട് കാര്യം. ഒന്ന്, ചെങ്കടൽ വറ്റിച്ചു കളഞ്ഞു, അതുപോലെ യോർദാനിലെ വെള്ളം വറ്റിച്ചു കളഞ്ഞു. The Lord dried up the waters in the Red Sea as he dried up the waters of Jordan before you. അങ്ങനെയല്ല, ആക്ച്വലി ഇംഗ്ലീഷ് വെർഷനകത്ത് അങ്ങനെയല്ല കിടക്കുന്നത്. വാട്ട് ദ ലോർഡ് ഡിഡ് ടു റെഡ് സീ, ഡിഡ് ടു, ഇത് വറ്റിച്ചു കളഞ്ഞൊന്നല്ല ഇരിക്കുന്നത്. ചെങ്കടലിനോട് അവൻ ചെയ്തത് എന്താണെന്ന് നീ നോക്കിക്കോണം. For the Lord your God dried up the waters of Jordan from before you until you were passed over, as the Lord your God did to the Red Sea. യോശുവയുടെ അടുത്ത തലമുറകൾ ചോദിക്കുമ്പോൾ ഇവരും പറയും, യോർദാനോട് ദൈവം ചെയ്തത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? Do you know what the Lord did to the Jordan? ഇന്ന് രാവിലെ പറയാണ്, നിനക്ക് വിരോധമായിട്ടിരിക്കുന്ന സകലതിനെയും ഇല്ലായ്മ ചെയ്യുവാൻ കഴിവുള്ളവരെയാണ് നീ ആരാധിക്കുന്നത്, അവരാണ് നീ സ്തോത്രം അർപ്പിക്കുന്നത്. You're worshiping and serving the one who is able to do something for you. അതുകൊണ്ട് ഇന്ന് രാവിലെ വിശ്വസിക്കണം, എനിക്കൊരു ഭാവിയുണ്ട്, ഞാൻ തകരത്തില്ല, തടസ്സങ്ങളെ മാറ്റുന്ന ദൈവം എന്റെ കൂടെയാണ്. The one who removes obstacle is with me. അതുകൊണ്ട് ദൈവം, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത് കൊണ്ട് ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. Because I believe, God will work for me. കാര്യം എനിക്ക് കാര്യങ്ങൾ അറിയാം, ഞാൻ അവന്റെ കൂടെ അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. അതിന്റെ പേരാ സ്ട്രോങ് ഫെയ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തമായ വിശ്വാസം. God will do this for me, and that is called strong ആ faith. ശക്തമായ വിശ്വാസം വരാൻ വേണ്ടി എക്സസൈസ് ചെയ്യണം, ജിമ്മിൽ പോണം. To get that strong faith, you need to go to the gym. ജിമ്മിൽ ഒരാഴ്ച പോയിട്ട് പിന്നെ അടുത്ത മാസമോ പോകുന്നെങ്കിൽ എങ്ങനെ ഇരിക്കും? ഇന്ന് അങ്ങോട്ട് പോയി പിന്നെ അടുത്ത മാസം പോയാൽ ജിമ്മിൽ പോയിട്ട് വല്ല കാര്യമുണ്ടോ? You go to the gym today and then you go next month. What is the use? ജിമ്മിൽ പോകുന്ന പല സാധനങ്ങളുണ്ടല്ലോ, എന്തുവാ, പല സാധനങ്ങൾ ചെയ്യത്തില്ലേ? അതിങ്ങനെ എന്തൊക്കെ പല എക്സസൈസുകൾ, സ്കിപ്പിംഗ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അത് നമ്മൾ ചെയ്യും. സ്കിപ്പിംഗ് ദ ചർച്ച്. In gym you have many exercises. One of them is skipping. We do that with respect to church. Skipping church. ചർച്ച് വരാതിരിക്കാൻ വേണ്ടി ചാടിപ്പോ. You do skipping to avoid church. അല്ലേ? സ്കിപ്പിംഗ് എന്ന് പറയുന്നത് അതിനകത്ത് ഒരു എക്സസൈസാ. That is one of the exercises. സ്ട്രെച്ചിങ്. കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ ചെന്നപ്പം ജോഷുമോനാണെങ്കിൽ ഞാൻ ചോദിച്ചവന്റെ കാര്യം രണ്ടും കൂടെ കീറി പോകുന്നു. അവൻ പറയാ സ്ട്രെച്ചിങ് ആ റോണിയപ്പച്ച എന്ന് പറഞ്ഞു. സ്ട്രെച്ചിങ്. നിലത്തൊക്കെ ഒരു പായൊക്കെ അവൻ ഇട്ടേച്ച് നമ്മുടെ മുസ്ലിംസിന്റെ നിസ്കരിക്കുന്ന പാ പോലെ ഒരു യോഗ മാറ്റൊക്കെ ഇട്ടിട്ട് അതെല്ലാം അങ്ങനെ സ്ട്രെച്ച് ചെയ്യുമോ അവന്. The other day I visited and Joshua was doing exercise and stretching on a mat. എത്ര വയസ്സുണ്ടോ? 6, 7, 8 എത്ര വയസ്സുണ്ടോ അവന്? 11 വയസ്സിൽ അവന് ഇത്രയും അകത്തിയാൽ ഉയ്യോ, ഞാൻ പറയുന്നില്ല, എന്തോരം പോക്കായിരിക്കും ഇത്. ഇത്ര സ്ട്രെച്ച് ചെയ്ത് അവന്റെ അപ്പം തന്നെ ഞെട്ടിപ്പോയി, ഇത്രയൊക്കെ സ്ട്രെച്ച് ചെയ്യുന്നല്ലോ. എക്സസൈസ് നമ്മൾ ചെയ്യണം. ഫെയ്ത്തിനകത്ത് ഒരു എക്സസൈസ് ഉണ്ട്. There is an exercise in faith. ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോ ഫെയ്ത്ത് എക്സസൈസ് ചെയ്ത് തുടങ്ങണം. കരയല്ല ചെയ്യേണ്ടി. നമ്മളെന്താ ചെയ്യുന്നറിയോ എന്ന് പറഞ്ഞ് കരച്ചിൽ തുടങ്ങാതെ ആ വിശ്വാസത്തെ എങ്ങനെ നിങ്ങൾക്ക് സഹിഷ്ണുതയോടുകൂടി നേരിടാൻ നീ പഠിക്കണം. Instead of crying over small things, we need to learn. അതിനെന്താ പറയുന്നത്? വാം അപ്പ് ചെയ്യണം ആദ്യം, അല്ലേ? വാമിംഗ് അപ്പ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഫെയ്ത്ത് എക്സസൈസ്, വിശ്വാസം എക്സസൈസ് ചെയ്യാൻ എന്ത് ചെയ്യണം? അതിനാ പാട്ട് പാടുന്നതും ആമേൻ ഹല്ലേലൂയ വചനം വിളിച്ചു പറയുന്നതും പ്രാർത്ഥിക്കുന്നതും കൂട്ടായ്മ കൂടുന്നതെല്ലാം വാമിംഗ് അപ്പാ. നമ്മളെ തന്നെ ഒന്ന് ചൂടാക്കി എടുക്കുക. To exercise faith, we need to do a warm up first. കഴിഞ്ഞ നവംബറിലും കണ്ടല്ലേ നമ്മുടെ രഞ്ജൻ പാസ്റ്റർ ഏഷ്യൻ ഗെയിംസിൽ ഓടാൻ പോവാ.
ഒരു ക്ലാപ്പൊക്കെ കൊടുക്കുന്നേ. ആ ഏത് ദിവസം ഇത്? എന്നാ ഇത് ഇവന്റ്? എന്നാ ഏത് മാസം? November 6th. November 6th രാവിലെ കിടക്കപ്പ ജിനം പറഞ്ഞു, അച്ചാച്ച ഓടണ്ടായി. രാവിലെ എഴുന്നേറ്റിട്ട് ഒറ്റ പോട്ടോ ഓടുക. അങ്ങനെ പോയാൽ ഓടാൻ പറ്റുമോ? ചേച്ചാ എഴുന്നേക്ക്, ഇന്നല്ലേ ഓടേണ്ട ദിവസം. ചേച്ച മറന്നുപോയോ? ഇന്നാന്നു കണ്ണൊക്കെ തിരുമ്പി എഴുന്നേറ്റിട്ട് ഒറ്റ ഓട്ടം ഓടുക. വല്ലതും കിട്ടുമോ? കിട്ടും. എത്ര നാളായിട്ടെന്നറിയോ? പ്രാക്ടീസിന് പോകുമ്പോൾ എന്നെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കും, പ്രാക്ടീസ് തിരിച്ചു വന്നാൽ വിളിച്ച് പ്രാർത്ഥിപ്പിക്കും. എനിക്കിപ്പോ ഒരു സ്വസ്ഥതയും സമാധാനവും ഇല്ല, എനിക്കില്ല. ഞാൻ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കും, എന്റെ കർത്താവേ എങ്ങനെങ്കിലും ജയിപ്പിക്കണമേ എന്ന്. അല്ലെങ്കിൽ എനിക്കല്ലേ പ്രശ്നം. In November, Ranjan Pastor is participating in Asian Games. And so on November 6th, he can't wake up and suddenly start running. There has to be regular practice and there has to be warm-up. ഇപ്പം തിരുനെൽവേലി ഞാനൊരു പാസ്റ്ററിന്റെ മോടെ കല്യാണമാണ് September 8th. 6th മൊത്തം പ്രോഗ്രാമാണ്. ഈ 8th കല്യാണം കഴിഞ്ഞ് തിരിച്ചു വന്നാൽ, രാത്രി വന്നാൽ തന്നെ 9th 10 കിലോമീറ്റർ ഓടാൻ പോവാ, മാരത്തൺ. അതെവിടെ ഓടുന്നത്? എന്നാന്ന്? എവിടാ? എവിടോട്ടാ ഓടുന്നത്? ഓ, എനിക്ക് രാജ്യം വിട്ടുള്ള ഓട്ടോ ഇപ്പം. എപ്പോഴും ഒരു ഫോൺ കോളിൽ ഒക്കെ നിർത്തിക്കോണം കേട്ടോ. മനസ്സിലായി? ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ആർക്കെങ്കിലും ഓടാൻ പറ്റുമോ ഇങ്ങനെ? You can't do a run just like that. ഈ മെസ്സേജ് കേട്ട ഉടനെ നിങ്ങളുടെ വിശ്വാസം വരത്തില്ല. നിങ്ങൾ ഇപ്പം തൊട്ട് അത് എക്സസൈസ് ചെയ്ത് തുടങ്ങണം. By hearing the message, you may not develop great faith. Start exercising. ഞാൻ അതുകൊണ്ട് പറഞ്ഞു, ചർച്ച വരുന്ന എല്ലാവരും വിശ്വാസികളൊക്കെയാണ്, വിശ്വാസമുണ്ട്. പക്ഷെ ശക്തി കുറഞ്ഞ ബലഹീനമായ വിശ്വാസത്തിൽ ഇരിക്കുന്നതാണെങ്കിൽ ഒരു കുഴപ്പമില്ല, കുറവായിട്ട് കാണണ്ട. അതിനെ നീ ശക്തിപ്പെടുത്തിക്കോണം. If you have small faith, you have to keep strengthening that faith. ഈ എങ്ങനെ ശക്തിപ്പെടുന്നത്? ഗ്ലോറിഫൈ ഹിം ഓൾവേസ്. ദൈവത്തിന് മഹത്വം കൊടുത്തോണ്ടിരുന്നു കഴിഞ്ഞാൽ നിന്റെ വിശ്വാസം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കും. When you glorify God at all times, your faith will keep increasing. റോമർ 4:19 കണ്ടില്ലേ? ദൈവം 100 വയസ്സുള്ളവനായപ്പം എന്നാ പിന്നെ ഇനി ഒന്നും നടക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു. അന്നേരം ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്നു. Even when Abraham was across 100 years, he kept glorifying God and his faith increased. വാക്ക് പറഞ്ഞവനിൽ അവൻ വിശ്വസിച്ചു. He believed in the one who promised. ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി തീർക്കുമെന്ന് പറഞ്ഞു. വാക്കിനകത്തോട്ട് നോക്കിയിട്ട് തന്റെ വയസ്സിലേക്കല്ല നോക്കിയത്, തന്റെ അനാരോഗ്യത്തിലേക്കല്ല നോക്കിയത്. വാക്ക് പറഞ്ഞവൻ വാക്ക് പാലിക്കുവാൻ വിശ്വസ്തനാണെന്ന് അവൻ വിശ്വസിച്ചപ്പോൾ, because he believed in the one who promised, when he said, I will make you the father of nations. എല്ലാവരും പറയും അസാധ്യം. നിങ്ങൾ മനസ്സിലായ സ്ത്രീകൾ, അവിടെ എഴുതിയിരിക്കുന്ന സ്ത്രീകൾ, അവർക്ക് ശാരീരിക മെനപ്പോസ് വന്നു കഴിഞ്ഞാൽ കുഞ്ഞുണ്ടാകാൻ ഒരു നിവൃത്തിയുമില്ല. പക്ഷെ നീ വിശ്വസിച്ച ഭർത്താവെ, നീ വിശ്വസിച്ചാൽ നിന്റെ ഭാര്യയുടെ ശരീരത്തിന്റെ ഘടന പോലും അവൻ മാറ്റിക്കളയും. When women crosses a menopause stage, it is impossible for them to get pregnant. But as a husband, if you believe, even their physical structure can change. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ എപ്പോഴും ഓർത്തോണമേ, ഭർത്താക്കന്മാരെ ഒരിക്കലും ഇറിറ്റേറ്റ് ചെയ്യല്ലോ കേട്ടോ ഭാര്യമാര്. കാര്യം പറഞ്ഞാൽ അവരുടെ ആ വിശ്വാസം മതി നിങ്ങൾ ഗുണം പിടിക്കുക. നിങ്ങൾ വിളിച്ചെന്ന് പറഞ്ഞ് ഹല്ലേലൂയ, എന്റെ വിശ്വാസത്താൽ അത്ഭുതങ്ങൾ സംഭവിക്കും. Through my faith, miracles will happen at home. ഇനി ഭർത്താവില്ലെന്ന് വിചാരിച്ചിരിക്കേണ്ട. ആമേൻ. ഒരാൾ, അത് പാർട്ണർഷിപ്പ്, ഈ ഫെലോഷിപ്പ് എന്നൊക്കെ പറയുന്ന കാര്യം, നിനക്ക് വേണ്ടി ഒരു പ്രയർ പാർട്ണർ ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ കൊണ്ട് അവരുടെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ചാൽ നിന്റെ ശരീരത്തിനകത്ത് ആ മാറ്റങ്ങൾ സംഭവിക്കും. If you have a prayer partner, when his faith increases, miracles will happen to you. ഹല്ലേലൂയ. അവിടെ ഇരുന്നുകൊണ്ട് ചില വാക്കുകളൊക്കെ ഒന്ന് വിളിച്ച് ഒന്ന് പറഞ്ഞ്, വിശ്വാസത്താൽ ഞാൻ പണിയും. By faith I will build. ആമേൻ. വിശ്വാസത്താൽ ഞാൻ അതിനെ മറികടക്കും. I will overcome by faith. ആമേൻ. വിശ്വാസത്താൽ ഞാൻ വാഴും. By faith I will reign. കാണുന്നതിന് മുമ്പ് തന്നെ ഞാൻ വിശ്വസിക്കും. Before I see, I will believe. ഈ വാക്കുകളൊക്കെ നിങ്ങൾ വിളിച്ചു പറയണം. ഞാൻ വിശ്വാസത്താൽ ഞാൻ അതിനെ I will overcome it by faith. വിശ്വാസത്താൽ ഞാൻ അതിനെ വിശ്വാസത്താൽ ഞാൻ വാഴും. I will overcome by faith. I will reign by faith. വിശ്വാസത്താൽ ഞാൻ ജയാളിയായിട്ട് നിൽക്കും. By faith I am more than a conqueror. ഞാനൊരു പരാജയമല്ല, ഞാൻ വിശ്വസിക്കുന്നുണ്ട് ദൈവം എന്നെ ജയിപ്പിച്ചു നിർത്തും. I am not a failure because I ഇത് രാവിലെ അങ്ങനെ വിശ്വസിച്ച് ഡിക്ലെയർ ചെയ്ത് I will
will reign by faith. I will reign by faith. വിശ്വാസത്താൽ ഞാൻ വാഴുക തന്നെ ചെയ്യും. I will reign by faith. Rababara sathalamana shibarkamana ragale. Ribalkamani aniyasan. നിനക്ക് അസാധ്യമായിരിക്കാം, എന്നാൽ വിശ്വാസത്താൽ അതിനെ സാധ്യമാക്കും. What is impossible for you can be activated by faith. മനമനദിലാ ഖംസരീലിയാദുന പറഞ്ഞേ, I will believe before I see it. I will believe. I will believe. ഞാൻ കണ്ടിട്ടല്ല, കാണാതെ ഞാൻ വിശ്വസിക്കുന്നു. I will believe before I see. Hallelujah. 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 കർത്താവ് സ്കെച്ച് ഉണ്ടാക്കി തരും. കർത്താവ് നീ വിശ്വസിച്ച കർത്താവ് പറഞ്ഞ സ്കെച്ച്, അതിന്റെ പ്ലാൻ, പരിപാടി അവിടെ തുടങ്ങും. If you believe, the Lord will begin a plan. എന്തോ ഈ വാക്കുകള്, faith is my force. വിശ്വാസമാണ് എന്റെ ശക്തി. Faith is my strength. കാര്യം സ്വർഗത്തിന്റെ ദൈവം എന്നെ ചാവി ഏൽപ്പിച്ചിരിക്കടാ, വിശ്വാസത്താൽ ഇത് തുറന്ന് കയറിപ്പോടാന്നാ പറഞ്ഞു. Because the God of heaven has given me the keys of faith. അതിനല്ലേ അവൻ കൃപ തന്നത്. ഞാൻ ആ കൃപയ്ക്കകത്ത്, കൃപയുടെ ഭവനത്തിനകത്ത് ഇരിക്കുമ്പോ അതിനകത്ത് മുഴുവൻ താക്കോലും എന്റെ കയ്യിലായിരിക്കുന്നത്. When I am in the house of grace, entire bunch of keys are in my hands. മനസ്സിലാവുന്നുണ്ടോ? ഈ വിശ്വാസം ചുമ്മാ ഒന്നും വരത്തില്ല. വിശ്വാസം ഇരിക്കുന്ന മുഴുവൻ ആ കേൾക്കുന്ന വചനത്തിനകത്തായിരിക്കുന്നത്. Faith won't just come. Faith comes from the word that you hear. എന്ന് പറയുന്ന ഈ പറയുന്ന വചനത്തിനകത്ത് തന്നെ നിന്നെ ജ്വലിപ്പിക്കുന്ന, നിന്നെ ഉത്തേജിപ്പിക്കുന്ന എന്തൊക്കെയോ വാക്കുകൾ അതിനകത്ത് കിടപ്പുണ്ട്. Which means there is some word in this that will kindle that faith in you. വീക്ക് ഫെയ്ത്ത് ആയിട്ട് നടന്ന, ബലഹീന വിശ്വാസത്തിൽ നടന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. കാണുന്നവരെല്ലാം അയ്യോ പാവെന്ന് വെക്കത്തേ ഉള്ളൂ. നല്ല ആളാ, നല്ല മനുഷ്യനാ, നല്ല വ്യക്തിയാന്നൊക്കെ പറയും. അയ്യോ കഷ്ടമുണ്ട്, പാവം. അങ്ങനെ വെക്കാനല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മളെ കണ്ടിട്ട് വ്യക്തികൾ എഴുന്നേൽക്കണം. If you carry weak faith, somebody will say, "Oh, what a good man." But that's not where we are called to be. യഹൂദനല്ലാത്ത രണ്ട് വ്യക്തികളാണ്. ഒന്ന് കനാന്യശ്രീ, ഒന്ന് സെഞ്ചൂറിയൻ. എന്താ അയാളുടെ പേര്? ശതാധിപൻ അല്ലേ? ശതാധിപൻ എന്ന് പറഞ്ഞാൽ 100 ജോലിക്കാർ കീഴിലുള്ള മനുഷ്യനാ. അപ്പൊ അവരുടെ വിശ്വാസത്തെ കുറിച്ച് യേശു പറഞ്ഞു. കനാന്യശ്രീയുടെ വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞു, ഇസ്രായേൽ പോലും ഇങ്ങനെ, എന്തോ ഒരു വലിയ വിശ്വാസമാണെന്ന് ചോദിച്ചു. യേശു ആശ്ചര്യപ്പെട്ടു പോയി. Jesus was amazed at the faith of the Canaanite woman. Such faith is not found in all of Israel. സെഞ്ചൂറിയൻ പറയുന്നത്, എന്റെ ദാസന് സുഖമില്ലാതെ കിടക്കുക, കർത്താവെ നീ ഇവിടെ നിന്നൊരു വാക്ക് പറഞ്ഞാൽ എന്റെ കർത്താവ് പറയും, ഇസ്രായേൽ പോലും ഞാൻ ഇങ്ങനെ ഒരു വിശ്വാസം കണ്ടിട്ടുണ്ട്. Centurion says, "My servant is unwell. You send a word." What a great faith they had. അവർക്കുള്ള അവരുടെ ആ വലിയ വിശ്വാസത്തിലെ, ആ വലിയ വിശ്വാസത്തിന് മേലെ അവന്റെ മരണം മാറിപ്പോയത്. അവരുടെ വലിയ വിശ്വാസം, ഈ കുഞ്ഞ് സൗഖ്യമാകുന്നത് ഈ സ്ത്രീയുടെ വലിയ വിശ്വാസത്തിന്റെ മേലെ. Great faith of Centurion and the Canaanite woman. നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ അകത്ത് ബലഹീന വിശ്വാസമല്ല, ശക്തിയുള്ള സ്ട്രോങ് ഫെയ്ത്ത് നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് നടക്കത്തുള്ളൂ. If you have strong faith in you, what you say will happen. അത് ബുദ്ധിമുട്ടുള്ള സമയത്ത് വാഗ്ദത്തത്തിലേക്ക് നോക്കിയിട്ട് പറയണം, എന്റെ കർത്താവ് എന്നോട് പറഞ്ഞ ഇതല്ലല്ലോ, ഞാൻ ജീവിച്ചിരിക്കുമെന്നല്ലേ പറഞ്ഞത്, അത് സംഭവിക്കും. This is not what the Lord said, and what he said will come to pass. ഈ രണ്ടുള്ളപ്പോ ഒന്നെടുത്ത് ആർക്കെങ്കിലും കൊടുക്കണമെന്ന് പറഞ്ഞില്ലേ? ഇത് ഭയങ്കര രസകരമായിട്ടുള്ളൊരു കണക്കാണ്. പറഞ്ഞു. When you have two, you have to give one to somebody. That's a very interesting. രണ്ടുള്ളപ്പോ ഒന്ന് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരെണ്ണം കൂടെ വരും. If you have two, പിന്നെ നീ കൊടുക്കും, പിന്നെ വരും, പിന്നെ കൊടുക്കും. മനസ്സിലാവുന്നുണ്ടോ? നീ എപ്പം കൊടുത്താലും ഇങ്ങോട്ട് വന്നോണ്ടിരിക്കും. എവിടെ നിന്ന് വരും? ഉയരത്തിന്ന് വരും. പക്ഷെ ക്രെഡിറ്റ് ആർക്കറിയാം? നിനക്ക്. നീ കൊടുക്കുന്നുണ്ട്, നിന്റെ പേരാ വരുന്നത്. When you have two, you give one. What happens is, from above, one more will come. Again you keep giving, one more will come. But the credit goes to you for giving. കർത്താവ് നിന്നെ ഒരു സ്ട്രീം ആക്കി വരും. നിന്നെ കൂടെ എല്ലാം ഒഴുകാൻ തുടങ്ങും. God will make you a stream through whom നമ്മൾ എന്താ everything പറയാ, flows. ആകപ്പാടെ രണ്ടേ ഉള്ളൂ, എങ്ങനെ എടുത്ത് കൊടുക്കാന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കത്തില്ല, പിന്നെ ഒന്നും വരത്തുമില്ല. What happens is you won't give because as it is you have only two. ഇനിയിപ്പം രണ്ടേ ഉള്ള ആരെങ്കിലും എടുത്ത് കൊടുത്തിട്ട് എന്റെ അടുക്ക വന്നേക്കല്ലേ, അത് എനിക്കൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു. കാര്യം നീ ടെസ്റ്റ് ചെയ്യാൻ അത് ചെയ്തത്. നിന്റെ ആ ആറ്റിറ്റ്യൂഡ് കാണുമ്പോഴേ അറിയാം, നീ ടെസ്റ്റ് ചെയ്യാനല്ല, നീ ഇവനിൽ, ഈ വാക്ക് പറഞ്ഞവനിൽ നീ കണ്ണം പൊട്ടി വിശ്വസിക്കണം. You have to believe in the one who has given you the word. ഒരാഴ്ചയായി ഞാൻ പാസ്റ്റർ പറഞ്ഞിട്ട് എന്റെ 2 ഷർട്ടേ ഉള്ളായിരുന്നു, ഒരെണ്ണം എടുത്ത് കൊടുത്തു, എനിക്കൊന്നും വന്നില്ലല്ലോ പറഞ്ഞ് എന്റെ അടുക്ക അടുത്ത ആഴ്ച വന്നേച്ചാൽ ഒരു കാര്യവും ഇല്ല.
Please don't exercise this, and if you don't come to me, there's no use. അങ്ങനല്ലത്. വാക്ക് പറഞ്ഞവൻ, ഞാനല്ല വാക്ക് പറഞ്ഞു, വാക്ക് പറഞ്ഞവൻ വിശ്വസ്തനാണ്. നീ ആ പ്രവൃത്തി ചെയ്തിട്ടുണ്ട്, ദൈവം നിന്റെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങൾ ചെയ്യും. One who promised you is faithful. If you do that, you will see miracles. ജീവിതത്തെ അങ്ങനെ കാണണം. ആരും കാണാത്തത് നീ കാണണം. You must see what others don't see. നമ്മൾ സാധാരണ എല്ലാരും ചെയ്തത് എല്ലാരും കണ്ടത് കാണാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇതുവരെ ആരും കാണാത്തത് ഞാൻ കാണും. You need to see what no one has ever seen before. Hallelujah. 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 ഞാൻ ചുമ്മാതല്ല പറഞ്ഞത്. ഞാനൊരു ബോധ്യത്തോടു കൂടി കഴിഞ്ഞ ദിവസം ചുമ്മാ എന്ന് പറഞ്ഞ ഇൻ ദ സെൻസ് വെറുതെ പറഞ്ഞെന്നല്ല അർത്ഥം. അങ്ങനെ അങ്ങോട്ട് ആ സമയമല്ലാത്ത സമയത്ത് പറഞ്ഞ താഴെ ഞാൻ 500 പേർക്ക് ഇരിക്കാനുള്ള കെട്ടിടം പണിയാൻ പോവാന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴത്തെ താണ്ട ഓഫർ വന്നു കഴിഞ്ഞു. I just said about building a building of 500 people, an offer came. വിശ്വാസത്തിൽ നീ ക്ഷീണിച്ച വിശ്വാസം കൊണ്ട് നടക്കാനല്ല, നീ സ്ട്രോങ് ആയി. Go with strong faith. Amen. Hallelujah. എനിക്ക് ഒരുപാട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. I want to teach many children. Amen. Hallelujah. കർത്താവ് ചെയ്യും. God will do it. കർത്താവ് ചെയ്യും. God will do it. ഒത്തിരി കാര്യങ്ങൾ ചെയ്യണമെന്ന് എന്റെ ആഗ്രഹമുണ്ട്. ഞാൻ അത് ആശ്രയിക്കുന്ന മുഴുവൻ കർത്താവില്ല. I am depending on the Lord. Hallelujah. എവിടെ നിന്ന് വരും? ഉയരത്തിൽ വരുമെന്ന്. From above it will come. എല്ലാ നല്ല ദാനങ്ങളും തികഞ്ഞ വരമൊക്കെ എവിടെ നിന്ന് വരുമെന്ന്? കീഴേ നിന്ന് വരുമെന്നാണ്. All good and perfect gift comes from the അത് Lord. weak faith അല്ല. You are exercising your faith. That will become stronger. നീ നിന്റെ ബലഹീനമായ വിശ്വാസത്തെ എക്സസൈസ് ഉപയോഗിക്കുമ്പോൾ അത് ശക്തമായ വിശ്വാസമായി മാറും. When you exercise your weak faith, it becomes strong faith. ഞാൻ പറഞ്ഞില്ലേ, കോവിഡ് സമയത്ത് സകലതും പൂട്ടിക്കെട്ടി പോകുക. ചില പാസ്റ്റർമാർ എന്നെ വിളിച്ചിട്ട് പറയാ, ദൈവാസനെ എന്തോ ചെയ്യാനാ, അവിടെ ചർച്ചും പോയി ആരുമില്ല. സൂം മീറ്റിംഗ് ഒക്കെ തുടങ്ങാൻ ഞാൻ പലരോടും പറഞ്ഞിട്ട് പറയാം, സൂം മീറ്റിംഗ് ഞാൻ പലർക്കും തുടങ്ങി കൊടുത്തു. സൂം മീറ്റിംഗ് ഞാൻ തന്നെ പൈസ ഇട്ട് ചെയ്യാൻ തുടങ്ങി അവർക്ക് വേണ്ടി. എനിക്ക് ഒരു കാര്യമുള്ള ഒരു പരിചയമില്ലാത്തവരാ. അവർ പറയാം, കഷ്ടമാണ്, ഞങ്ങൾ എന്തോ ചെയ്യുമെന്ന് പറഞ്ഞേ. എനിക്ക് ഗൾഫിൽ നിന്ന് ഒരു മോൻ വിളിച്ചിട്ട് പറയാ, അച്ഛനാണ് ഇതിന് പറ്റിയ ഒരാളെന്ന് തോന്നുന്നു. സങ്കടപ്പെടുന്ന പാർഷന്മാരെ അച്ഛൻ അറിയാമല്ലോ. എല്ലാവർക്കും എല്ലാ മാസവും കോവിഡ് കഴിയുന്നവരെ വരെ ഞാൻ പൈസ അയച്ചെടുക്കാം, അച്ഛൻ അവർക്ക് വേണ്ടത് കൊടുക്കാൻ. When many pastors were struggling during COVID times, somebody from the Gulf sent me money and said, monthly I will send support to struggling pastors and ministry. ഞാൻ ചോദിച്ചു, മോനെ കുറച്ച് കഴിയുമ്പോൾ നിനക്ക് ക്ഷീണിക്കുക? ഇല്ലച്ചാ, ഞാൻ കർത്താവിൽ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. അച്ഛൻ ആരൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വിൽ സെൻഡ്. ഞാൻ എല്ലാ മാസവും ആൾ അയച്ചു തന്നോണ്ടിരുന്നു. ഞാൻ ഈ പറയുന്ന പോലുള്ള ആൾക്കാർക്ക് പൈസ സെൻഡ് ചെയ്യുകയും ചെയ്തു. എന്നെ കർത്താവ് ഉപയോഗിച്ചെന്ന്. ഞാൻ 4-5 വർഷം കഴിഞ്ഞ ഇത് പറയുന്നെങ്കിൽ ഓർത്തോണമേ, നീ സ്ട്രോങ് ഫെയ്ത്ത് ആണെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി വഴികളെ തുറക്കും. If you have strong faith, God will open doors for you. നമ്മളൊരു ക്യാമറ വാങ്ങിക്കാൻ കടന്ന് കഷ്ടപ്പെടുകയാണ്. ഇങ്ങനെ ഒരു ക്യാമറ വാങ്ങിക്കുമെന്ന് പറഞ്ഞ് കഷ്ടപ്പെട്ടിരിക്കുമ്പോൾ ഒരു മോനാണെങ്കിൽ വിളിച്ചിട്ട് പറയാണ്, എന്റെ കസിന്റെ മോൻ, അവൻ വിളിച്ചിട്ട് പറയാ, അച്ഛാ ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്നത് ക്ലാരിറ്റി ഒന്നുമില്ല, നല്ല ക്യാമറ വാങ്ങിക്ക്. ഞാൻ പറയടാ മോനെ, ഒത്തിരി കാശ് ആകത്തില്ല. അച്ഛൻ കാശ് കൊടുത്ത് 2.5 ലക്ഷം രൂപ അയച്ചു തന്നു. I was struggling to get a good clarity camera and somebody calls from. അല്ല, അപ്പൊ ഇരിക്കുന്ന ഡിജിറ്റൽ അതിന് 1 ലക്ഷം രൂപ വിലയാണ്. ഇത് വാങ്ങിക്കാൻ എന്നെ കൊണ്ടൊക്കത്തില്ല. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നവൻ, ഹല്ലേലൂയ, പല ചർച്ചകളിലും പലതും ഇല്ലെങ്കിലും ഇതിനകത്ത് ഇതെല്ലാം കയറി വന്നു. All expensive things came to this church, even though many churches do not have. ഞാൻ എന്തിനാ ഇത് പറയുന്നത് ചോദിച്ചാൽ, നീ ആശ്രയം വെച്ചിരിക്കുന്നവൻ പോങ്ങനൊന്നും അല്ല, അവൻ ശക്തനാ. One on whom you put your trust is a strong one. കോവിഡ് വന്നതോടുകൂടി പലരും കൂമ്പി അടച്ചു പോയപ്പോൾ, ഹല്ലേലൂയ, സ്വർഗത്തിലെ ദൈവം ഇവിടുത്തെ കലവറകളെ തുറന്നു. When COVID came, many were in lack. Our storehouses were opened. ഞെക്കിപ്പിടിഞ്ഞ സ്വതരാഴ്ചയൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത് കർത്താവ് അതിനകത്തെല്ലാം വർദ്ധനവ് വരുത്തി യേശുവിന്റെ നാമത്തിൽ. All our offering began to increase during COVID times. രാജാനെ കണ്ടു ഇപ്പം മെഷീൻ വാങ്ങിക്കുവോ? രാജാൻ എണ്ണാൻ വയ്യാന്നൊക്കെയാ പറയുന്നത്. ഡാനിയ ഇപ്പം കുഴപ്പമെന്ന് വെച്ചാ, മെഷീൻ വാങ്ങിക്കണമെന്ന്. ഇപ്പൊ ഫിലിപ്പിച്ചാൻ കഴിഞ്ഞ ദിവസം ഓർഡർ കൊടുത്തു മെഷീന്. എന്നോട് പറഞ്ഞു, പാസ്റ്ററെ ഇനി നമുക്ക് മെഷീൻ വാങ്ങിച്ചാലേ ഒക്കത്തുള്ളൂ, പാസ്റ്റർ കണ്ടമാനം ക്ഷീണിക്കുന്നുണ്ട്. ഒരു സ്വോത്രമൊക്കെ പറഞ്ഞു. എല്ലാത്തിനും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുന്നുണ്ട്. നിങ്ങൾ ഇവിടെ നോക്കുന്ന പറഞ്ഞ എണ്ണ ഒക്കെ എടുക്കുന്ന പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളെങ്കിലും എണ്ണത്തിൽ കവിയാതെ വണ്ണം ചെയ്യുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവ് എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ അത്ഭുതങ്ങളെ തന്നെ ചെയ്യും.
If you believe that he is able to do beyond the numbers, he will do miracles. Hallelujah. Hallelujah. ദൈവം അത്ഭുതത്തിന്റെ ദൈവമല്ലേ? God is a God of miracles. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്? He is a miracle working God. He is Waymaker. അല്ലേ? അവൻ വഴിയെ ഉണ്ടാക്കുന്നവനാണ്. മിറക്കിൾ പ്രവർത്തിക്കുന്നവനാണ്. അത്ഭുതങ്ങളെ ചെയ്യുന്നവനാണ്. He is a waymaker and a miracle ആമേൻ. worker. ഹല്ലേലൂയ. ആരും കാണാത്തത് ഞാൻ കാണുന്നത് കൊണ്ട് ആർക്കും മനസ്സിലാകാത്തത് എന്നിൽ കൂടി കർത്താവ് ചെയ്യും. Because I see what others don't see, what others don't What understand. kind of faith you have? ഇന്ന് ഇത് കേൾക്കുമ്പോൾ നിന്റെ ക്ഷീണിച്ച വിശ്വാസമാണെങ്കിൽ ഇതിനകത്തിരുന്നു കൊണ്ട് തന്നെ നിന്റെ വിശ്വാസത്തെ എക്സസൈസ് ചെയ്ത് അത് ശക്തിയുള്ള വിശ്വാസമായി മാറട്ടെ. Let your weak faith with exercise and become a strong faith. ആഗ്രഹത്തോട് പറഞ്ഞത്, ഞാൻ ഇത്രയും നാളും ക്ഷീണിച്ച വിശ്വാസം കൊണ്ടാണ് നിന്നത്, പക്ഷെ ഇന്ന് രാവിലെ എന്റെ വിശ്വാസത്തെ ഉണർത്തിക്കുകയാണ്, അത് ശക്തിയുള്ളതായി മാറട്ടെ. Until now I had weak faith, but today I'm exercising my faith to make it strong. Hallelujah. Hallelujah. അതുകൊണ്ട് നമ്മൾ ഇവിടെ നോക്കണം, എബ്രായർ 12:1-2 വാക്യത്തിനകത്ത് നിങ്ങൾ നോക്കിയേ, സകല നമ്മൾ വിടേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. അതൊക്കെ വിട്ടു കഴിഞ്ഞാൽ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി ഓതർ ആൻഡ് ഫിനിഷർ എന്ന് എഴുതിയിരിക്കുന്നതിൽ ഹു ഹാസ് കംപ്ലീറ്റഡ് എവറിഥിങ് വി ആർ ലുക്കിംഗ് അപ്പോൺ ഹിം. അവനെ നോക്കിയിട്ട് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ അവനെ കർത്താവിനെ നോക്കിയാൽ ഹല്ലേലൂയ ഇന്ന് വരെ കാണാത്ത കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. There are certain things that we need to leave, as mentioned in Hebrews chapter 12 verse 1, and then we can look to Jesus, the author and finisher of our faith. നിങ്ങൾ കൊടുക്കുന്ന കാര്യത്തിനകത്തൊക്കെ മുമ്പിട്ട് നിൽക്കാൻ വേണ്ടി ആഗ്രഹിക്കണം. You need to desire to be first in giving. നിങ്ങൾ വലം കൈ കൊണ്ട് കൊടുക്കണം, വലം കൈ കൊണ്ട് കൊടുക്കണം. Give with your right hand, ഇടം കൈയിൽ വന്ന് കയറും. and through your left hand it will keep coming. നിങ്ങൾ വലം കൈ കൊണ്ട് കൊടുക്കണം, കൊടുക്കുമ്പോൾ വലത്തെ കൈ കൊണ്ട് കൊടുക്കണം. Give with your right നിങ്ങൾ പോലും hand. അറിയാതെ, നിങ്ങൾ ഒരിക്കലും വിചാരിക്കാത്ത ഭാഗത്തുനിന്ന് ഇത് ഒഴുകാൻ തുടങ്ങും. From unknown sources it will begin to flow to you. ഞാൻ പറഞ്ഞത് FD പൊട്ടിച്ചിടാനല്ല പറഞ്ഞത്. കർത്താവിനൊരു കലവറയുണ്ട്, കർത്താവിനൊരു ഒഴുക്കുണ്ട്. സ്വർഗീയമായിരിക്കുന്ന ഭണ്ഡാരങ്ങളെ അവൻ തുറക്കും. അത് നിന്നെ ചാനലൈസ് ചെയ്തു നിന്നിൽ കൂടി അത് ഒഴുകാൻ തുടങ്ങും. There is a heavenly storage that will be channelized and flow through you. ഹല്ലേലൂയ. Hallelujah. ഈ ഒരു ബോധ്യമാണ് കർത്താവിൽ നമ്മളെ ജയാളികളായിട്ട് നിർത്തുന്നത്. When you give, you will give good measure, pressed down and shaken together into your lap. നമ്മൾ പലപ്പോഴും എന്താ സംഭവിക്കുന്നത്, കണക്ക് വയ്ക്കും ഇങ്ങനെ, ഇത്രയും മതിയെന്ന്. അവിടെ നമ്മൾ സ്റ്റിഞ്ചി ആകുമ്പം, പിശുക്കത്തരം കാണിക്കുമ്പം ഇത് ഒഴുകത്തുമില്ല. When you are stingy in your giving, it won't flow. ഞാൻ പലപ്പോഴും ഈ തൈത്ത് അല്ലെങ്കിൽ ഇങ്ങനെ ഓഫറിംഗ് ഒക്കെ ഇടുന്നവരോട് പറയും, അങ്ങനെ കണക്ക് വെച്ചിടരുത്. കണക്ക് വെച്ചാൽ കർത്താവ് ഈ കണക്ക് നോക്കാൻ കർത്താവ് ഭയങ്കര മിടുക്കനാ. Please don't keep a calculation and a calculated amount when you are giving your offering or tithe. God is also very good at keeping accounts. ഞാൻ അതിന് ശുഭത്തെയൊക്കെ ഞാൻ എപ്പോഴും, ശുഭത്തിന് ഇതൊന്നും അറിയത്തില്ല, ഈ ചർച്ച് ആക്ടിവിറ്റീസോ എങ്ങനെ ബിഹേവിയർ ഒന്നും അറിയത്തില്ല. പക്ഷെ അവന് ഇവിടെ കണക്ട് ആയ സമയം തൊട്ട് അവൻ എല്ലാ മാസവും അവൻ്റെ തൈത്ത് കണ്ട് ഞാൻ ചിരിച്ചിട്ടുണ്ട് പലപ്പോഴും. ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പം 8713 രൂപ. ഞാനും വിചാരിച്ചിട്ട് ഇവനെന്താ ഇങ്ങനെ അയക്കുന്നത്, ഇത് റൗണ്ട് ചെയ്ത് ഒരു അന്തസ്സായിട്ട്, അല്ലെ 8000 9,000 ഒന്നും ഇല്ലില്ല. അവനാ കിട്ടുന്ന അതുപോലെ എമൗണ്ട് ഇങ്ങനെ എത്ര കിട്ടുന്നത് അങ്ങനെ, അതൊരു ഹാർട്ടാ അങ്ങനെ. People like Shubham, he calculates to the last decimal and then he sends the tithe. That is one heart of giving tithe. ഹല്ലേലൂയ. മോളെ ഇച്ചിരി പോലും നീ ലേറ്റ് ആയിട്ടില്ല. അതുകൊണ്ട് വിശ്വാസം ക്ഷീണിച്ചു പോകുന്ന വിശ്വാസമല്ല, ശക്തിപ്പെടുന്ന വിശ്വാസമെന്ന് ഞാൻ പറയാം. I want to tell you, faith is not something that grows weak, but that grows strong. ഹല്ലേലൂയ. Hallelujah. നിങ്ങളുടെ അകത്തെല്ലാം ഈ ബലഹീനമായ വിശ്വാസം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. I see that you all have weak faith. പക്ഷെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ആളെ നിങ്ങൾ നോക്കിയേ, Look at the one who is വിശ്വാസത്തിന്റെ before നായകനും you. പൂർത്തി വരുത്തുന്നവനുമായ യേശുവിലേക്ക് നോക്കിയേ. The author and finisher of our faith, look to Jesus. അവനെ പിൻപറ്റിയാൽ അവന്റെ അതേ വിശ്വാസം നമ്മളിൽ ഒഴുകാൻ തുടങ്ങും. If you follow him, the same faith will follow നമുക്ക് you. മാതൃകയായി അബ്രഹാമിനെ ഒക്കെ വെച്ചിരിക്കുന്നതിന് വേണ്ടി ഈ 11-ാം അധ്യായം എബ്രായർ 11 മുഴുവൻ പറയുന്ന കാര്യങ്ങൾ, അവൻ വിശ്വാസത്താൽ അവരെങ്ങനെയാണ് കാര്യങ്ങളെ സാധ്യമാക്കിയെടുത്തത്. That's how he activates everything by faith. ഇന്ന് കൃപയാൽ നമ്മുടെ അകത്ത് ഈ വിശ്വാസം വന്നപ്പോൾ നമ്മളെന്തോ ചെയ്യല്ല, നമ്മൾ കർത്താവിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ അവൻ സകലവും നമുക്കായിട്ട് സാധ്യമാക്കി തരും.
When you look to the Lord, He will do something. അവിടെ അതുകൊണ്ടാണ് പറഞ്ഞു ഉപവസിച്ചല്ല അത് വരുന്നത്, കഠിനമായ പ്രാർത്ഥനയിൽ കൂടിയല്ല അത് വരുന്നത്, നിന്റെ ആശ്രയം കർത്താവിലാണെങ്കിൽ. It doesn't come by faith, but through നിന്റെ ആരാധന കർത്താവിന് വേണ്ടിയാണ്. When you exercise your faith, നിന്റെ വിശ്വാസത്തെ നീ ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ, ഹല്ലേലൂയ, ആദ്യത്തെ ദിവസങ്ങളൊന്നും കാണത്തില്ലായിരിക്കാം, പക്ഷെ മുമ്പോട്ട് പോകും തോറും ഇത് വർധനവായിട്ട് മാറുക തന്നെ ചെയ്യും. When you go ahead, you will keep increasing in your faith. If you have strong faith, എന്റെ കർത്താവും ദൈവമായിരിക്കുന്നവൻ എന്നോട് പറഞ്ഞതാണ്, ഞാൻ ഇതിനെ മറികടക്കും. My God, my Lord has said that I will overcome this. ഞാനൊരു ബാങ്കിന്റെ ലോണിന്റെ പുറകെ ഒന്നും നടക്കത്തില്ല. എന്റെ കർത്താവ് എനിക്ക് വേണ്ടുന്നത് അന്നേരം അതേ സമയത്ത് കൂടി തരുവാൻ മതിയായവരാണ്. I won't go behind loans, but my God is able to provide what I need. അത്രയ്ക്ക് വലിയ ധൈര്യം ഉണ്ടാകുന്നതിന് പേരാ സ്ട്രോങ് ഫെയ്ത്ത്, ശക്തമായ വിശ്വാസം. That confidence is strong faith. ഒരു കാലത്ത് നമുക്ക് എല്ലാവർക്കും ഈ പറയുന്ന പോലെ വീക്ക് ഫെയ്ത്ത്, ബലഹീന വിശ്വാസം ഉണ്ടായിരുന്നിരിക്കാം, പക്ഷെ അതിൽ തുടരാനൊക്കത്തില്ല. എനിക്ക് എന്റെ വിശ്വാസം ശക്തിപ്പെടുത്തിയേ പറ്റത്തുള്ളൂ. At times we had weak faith, but we need to strengthen our faith. വീക്ക് ഫെയ്ത്തിൽ നിന്ന് സ്ട്രോങ് ഫെയ്ത്ത് ആകുവാനാണ് ഈ ചലഞ്ചസ് വരുന്നത്. Challenges come to make our weak എന്തിനാ ഈ faith a വെല്ലുവിളികൾ? strong നമ്മുടെ faith. ജീവിതത്തിൽ വെല്ലുവിളികൾ വരുന്ന എന്നാ ചോദിച്ചാൽ, നിന്റെ ശക്തി കുറഞ്ഞ വിശ്വാസമാണ്, അതിനൊന്ന് ബലപ്പെടണമെന്ന് കർത്താവിന് അറിയാം. God wants your weak faith to be strong. That's why challenges അന്നേരം come. എഴുന്നേറ്റ് പോവല്ല ചെയ്യേണ്ടി, അന്നേരം ചുമ്മാ തിരിഞ്ഞു നിൽക്കുകയല്ല ചെയ്തേണ്ടത്. എന്റെ ഈ ചലഞ്ച് വന്നത് എന്റെ അകത്തെ വിശ്വാസം ശക്തിപ്പെടാൻ. Don't walk away when challenges come, but this is for your weak faith to increase. യൂദായുടെ പുസ്തകം 20-ാമത്തെ വാക്യം ഒന്നും കൂടെ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. Let's read Jude verse 20. ആമേൻ, ഹല്ലേലൂയ. വായിച്ചാട്ടോ ഒന്നുകൂടെ. യൂദാ 20. ഇല്ലേ? യൂദാ 20. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും. നിത്യജാമനായിട്ടുള്ള ബാക്കി അങ്ങോട്ട് കിടപ്പുണ്ട്. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടിയ കാര്യം എന്താ ചെയ്യേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ അതിവിശുദ്ധ, അപ്പൊ നമ്മുടെ എല്ലാവരുടെ അകത്ത് എന്തോ വന്നിട്ടുണ്ട്, ഹോളി ഫെയ്ത്ത് ഉണ്ട് എന്ന് പറഞ്ഞ് എന്റെ അകത്ത് അതിവിശുദ്ധ വിശ്വാസം എന്റെ അകത്തിരിക്കുന്ന, അതിനെ ആധാരമാക്കി വേണം ഞാൻ ജീവിക്കാൻ. I have the most holy faith in me. I need to live according to that. അല്ലാണ്ട് തുമ്മിയെ തെറിച്ചു പോകുന്ന മൂക്കാന്ന് പറഞ്ഞല്ല ഇരിക്കുന്നത്. എന്റെ അകത്തിരിക്കുന്ന അതിവിശുദ്ധ വിശ്വാസം എന്റെ അകത്തിരിക്കുന്നത്. What is in me is the എന്താ കാര്യം അറിയോ? most holy faith. യേശു എന്റെ അകത്ത് വന്നതുകൊണ്ട്. Because Jesus has come into me. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനും എന്റെ അകത്തിരിക്കുന്ന അതിവിശുദ്ധ വിശ്വാസമാണ്. What is inside me is most holy faith. അതിനെയാണ് ഞാൻ ഉത്തേജിപ്പിക്കുന്ന ആത്മീകമായ വർധനമാണ് ഈ കൂട്ടായ്മയ്ക്കകത്ത് ലഭിക്കുന്നത്. What we have in this fellowship is spiritual growth. ക്രിസ്ത്യാനിറ്റിയിലോട്ട് നോക്കി എത്രയോ പേര് പള്ളിയിലെല്ലാം പോകുന്ന കേട്ടില്ലേ? അവർക്ക് വിശ്വാസമില്ല. അവര് ഒരു ചടങ്ങ് അവർ നടത്തുന്ന മുഴുവൻ പള്ളിയിൽ അവർ പോകും. People go to church even in Pentecostal churches they go to church, they attend some എന്തെങ്കിലും ഇങ്ങനത്തെ വർഷിപ്പിലൊക്കെ പോയിരിക്കും. Coming to church has become a tradition, but your faith is not growing. പക്ഷേ വിശ്വാസം വർദ്ധിച്ചില്ല, എന്നാ ഗുണം? What is the use if your faith is not increasing? അതുകൊണ്ട് ആ വ്യക്തികൾ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്, നോക്കിയാൽ മതി, എല്ലാവരും ഇങ്ങനെ ഞാങ്ങണ പോലെ കാറ്റടിക്കുമ്പം അങ്ങനെ അഴലുന്ന ശിശുക്കൾ പോലെ ഇരിക്കും. You look at their faith, they are wishy-washy, and they are like people that blows away by the wind. Hallelujah. നിങ്ങൾ അതിൽ നിന്ന് രാവിലെ എഴുന്നേൽക്കണം. You have to rise up from that state. And you have to develop your faith. നിങ്ങളുടെ വിശ്വാസത്തെ ഒന്ന് വളർത്തിയെടുത്തുകൊണ്ട് വരാൻ ആഗ്രഹിക്കണം. Desire to develop your faith. ചലഞ്ചസ് വരുമ്പോഴാണ് ഏറ്റവും നല്ല അവസരം വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാൻ. The best opportunity to increase your faith is when challenges come. ചലഞ്ചസ് വരുന്ന വ്യക്തികൾക്ക് മാത്രമേ ശക്തിപ്പെടാൻ പറ്റത്തുള്ളൂ. Only those who go through challenges can get strengthened. ചലഞ്ചസ് ഇല്ലാതെ ഒരു വ്യക്തി ഒന്നും ആകത്തില്ല. Without challenges you will not get anywhere. ആമേൻ. ഇരിക്കുന്നിടത്തിരുന്നോട്ടൊന്ന് കണ്ണുകളെ അടച്ച് കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. എന്റെ വിശ്വാസത്തെ കർത്താവ് വർദ്ധിപ്പിക്കണമേ. എന്റെ വിശ്വാസത്തെ ഒന്ന് ശക്തിപ്പെടുത്തണമേ. I want to increase and strengthen my ആമേൻ. faith. ഹല്ലേലൂയ. എനിക്കറിയാം എന്റെ അകത്ത് ബലഹീനമായ വിശ്വാസമാണെന്ന്, പക്ഷേ എന്റെ കർത്താവേ, എന്റെ അകത്തെ ആ ബലഹീന വിശ്വാസത്തെ ഒന്ന് ശക്തിപ്പെടുത്തണമേ. God, I know that I have weak faith, but I want you to strengthen my weak faith. ആമേൻ. മരണത്തെ ഞാൻ മുമ്പോട്ട് കണ്ട് സഞ്ചരിക്കുന്നല്ല, ജീവന്റെ അധികാരിയായിരിക്കുന്നവൻ, മരണത്തെ എന്നേക്കുമായി തോൽപ്പിച്ചവനെ കണ്ടുകൊണ്ട് ജീവനെ വിളിച്ചു മുമ്പോട്ട് പോകുവാൻ എന്നെ സഹായിക്കണമേ. God, I want to call out life and I want to go forward. ഒന്നുമില്ലാതെ ദരിദ്രനായി തീർന്നവൻ തന്റെ ദാരിദ്ര്യത്താൽ എന്നെ സമ്പന്നനാക്കിയ കഥ അവൻ ഒരു കഥയായിട്ടിരിക്കാതെ എന്റെ ജീവിതത്തിന്റെ അനുഭവമായിട്ട് അത് തീരട്ടെ.
One who was rich became poor for us. Let that not be a story. Amen. Let that be an experience in my life. പൊട്ടനെ പരിജ്ഞാനിയാക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ ഇന്നു മുതൽ എനിക്കത് ആസ്വാദ്യകരമായി തീരട്ടെ. I want to enjoy the sweet fellowship of the Holy Spirit. ഹല്ലേലൂയ. എന്റെ അകത്തെ ചിന്താമണ്ഡലങ്ങൾ മാറട്ടെ. Let the thought process in me change. എന്റെ അകത്തെ ചിന്താരീതികൾ മാറട്ടെ. Let my thinking change. ആമേൻ. ഹല്ലേലൂയ. ഞാൻ അതിനെ വിശ്വാസത്താൽ അതിജീവിക്കും. I will overcome by faith. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വെല്ലുവിളികളായി നിൽക്കുന്ന വിഷയങ്ങളെല്ലാം നോക്കിയിട്ട് നിങ്ങൾ പറ, ഞാൻ വിശ്വാസത്താൽ ഇതിനെ മറികടക്കും. I will overcome this by faith. ആമേൻ. ഹല്ലേലൂയ. ശാരീരിക ആമേൻ ബുദ്ധിമുട്ടുകളെ നോക്കിയിട്ട് പറ, ആമേൻ, എന്റെ ഈ ബലഹീന അവസ്ഥയ്ക്കകത്തുനിന്ന് യേശുവിന്റെ നാമത്തിൽ ഞാൻ ജയിക്കുക തന്നെ ചെയ്യും. In the name of Jesus, I will overcome by faith. ആമേൻ. ഹല്ലേലൂയ. കഴിയത്തില്ല എന്നെ കൊണ്ട് എനിക്ക് വയ്യ, താങ്ങാൻ വയ്യ എന്ന് പറഞ്ഞ നിങ്ങളുടെ ബലഹീന അവസ്ഥകളിലേക്ക് നോക്കി കർത്താവിന്റെ ശക്തിയെ പ്രഖ്യാപിച്ചാട്ടെ. Don't say that I cannot, I'm not well, but declare the power of the Lord in your weakness. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ അത് കാണുന്നതിന് മുമ്പേ വിശ്വസിക്കുന്നത് പറഞ്ഞാണ്. I will believe before I see it. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന കാര്യത്തെ നിങ്ങൾ വിളിച്ചു പറഞ്ഞാട്ടെ. Hallelujah. What you want to see, you need to declare. ആമേൻ. ഹല്ലേലൂയ. ഞാൻ തകരത്തില്ല, ഞാൻ ഒരു ജയാളിയായിട്ട് നിൽക്കും. I will not be broken, I will be more than a ഞാൻ conqueror. മരിക്കുകയില്ല, ദൈവത്തിന്റെ പ്രവർത്തികളെ ഞാൻ വർണ്ണിക്കും. I will live and declare the works of the Lord. ആമേൻ. ഹല്ലേലൂയ. നീതിമാന്റെ മക്കൾ ഒരിക്കലും അപ്പത്തിന് വേണ്ടി വിശന്നിരിക്കത്തില്ല. എന്റെ ഭവനത്തിനകത്ത് ആമേൻ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാകത്തില്ല. The children of righteous shall not beg for bread. There will not be poverty in my home. കർത്താവിന്റെ ആശീർവാദങ്ങൾ നീതിമാന്റെ ശിരസിൽ വന്നിറങ്ങുമെന്നാണ്. അത് എന്റെ ഭവനത്തിൽ എന്റെ മേൽ അത് വന്നിറങ്ങട്ടെ. The blessing of the Lord will flow through the head of the righteous. Let that come into my home. ജീവന്റെ വൃക്ഷം നീതിമാന്റെ ഫലമാണെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ അതിനെ പ്രഖ്യാപിക്കുന്നു. ഓരോ വ്യക്തികളുടെ മേലും ജീവന്റെ വൃക്ഷം അത് ഫലമായി തന്നെ ഭവിക്കട്ടെ. Let the tree of righteousness bear fruit in every home. Hallelujah. ആരൊക്കെ ഏതൊക്കെ വിഷയത്തിനകത്ത് ഭാരപ്പെട്ടിരിക്കുന്നു ഇന്ന് അതിനകത്തുനിന്ന് പുറത്തു വരാനുള്ള സമയമായി ഇതിനെ മാറ്റിക്കാട്ടും. This is the time to come out of every problem and every burden that you're facing. നിനക്ക് തന്നെ ഉറപ്പില്ലാതിരിക്കും, നീ തന്നെ ചഞ്ചലമായിരിക്കുകയാണ്. നിന്റെ വിശ്വാസത്തെ ഉറപ്പിക്കുന്ന മേഖലയായി അത് മാറട്ടെ ഇപ്പോൾ തന്നെ. Let that be an avenue where that will increase your faith. എത്രയോ ചോദ്യചിഹ്നങ്ങൾ അതിന്റെ മുമ്പിലിരിക്കുന്നു. അത് മുഴുവൻ ഇന്ന് ആമേൻ അത് ഉത്തരങ്ങളായി ആശ്ചര്യങ്ങളായി മാറട്ടെ. All the problems become an answer to you. ഹല്ലേലൂയ. Hallelujah. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് സമക്ഷം സ്വീകരിച്ച് ഞങ്ങളുടെ നിക്ഷേപങ്ങളെ സംക്ഷേപിക്കുവാൻ കഴിയുന്നവനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഉദാരമായിരിക്കുന്നത് ഉയരത്തിൽ അവിടുന്ന് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉയർച്ച തന്നെ പ്രാപിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇപ്പൊ ആഗ്രഹത്തോടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ ഉയർത്തിയ എല്ലാവരുടെ മേലും ദൈവത്തിന്റെ ആമേൻ ഹല്ലേലൂയ അത്ഭുതകരമായിരിക്കുന്ന പകർച്ചകൾ സംഭവിക്കട്ടെ.